സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയെക്കുറിച്ചുള്ള പ്രശ്നങ്ങളാണ് ഇന്ന് നിയമസഭയിൽ ഉപക്ഷേപമായി പ്രതിപക്ഷം ഉന്നയിച്ചത്. ഒരു പ്രശ്നവും കേരളത്തിലില്ല എന്നും സ്ത്രീ സുരക്ഷയ്ക്ക് പേരുകേട്ട സംസ്ഥാനമാണ് കേരളമെന്നും പോലീസ് കൃത്യമായ നടപടികൾ ഓരോ പ്രശ്നത്തിലും എടുക്കുന്നുണ്ട് എന്നുമാണ് ഇന്ന് മറുപടി നൽകിയ മന്ത്രി വീണ ജോർജ് നിയമസഭയിൽ പറഞ്ഞത്. ആലപ്പുഴ പൂച്ചാക്കലിൽ ദളിത് പെൺകുട്ടിയെ മർദ്ദിച്ച സംഭവം ഇന്ന് നിയമസഭയിൽ പ്രതിപക്ഷം ഉന്നയിച്ചു. ഇതുൾപ്പെടെ നിരവധി ഉദാഹരണങ്ങൾ പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി. ഈ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്തത് ന്യൂസ് 18 ആയിരുന്നു. ഈ സംഭവം കെ രമയാണ് ഇന്ന് നിയമസഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അതിക്രമം കൂടി വരുമ്പോഴും സർക്കാർ ലാഘവത്തോടെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് കെ രമ വിമർശനം ഉന്നയിച്ചു. ഈ ദൃശ്യം ആണ് ന്യൂസ് 18 പുറത്തുവിട്ടത്. ഇക്കാര്യം ഇന്ന് നിയമസഭയിൽ പ്രതിപക്ഷം ഉന്നയിക്കുകയുണ്ടായി. ഈ കേസിൽ ആരെയും അറസ്റ്റ് ചെയ്തിരുന്നില്ല. പക്ഷേ പ്രതിപക്ഷം ഇന്ന് ഉപക്ഷേപം ഉന്നയിക്കാനിരിക്കെയാണ് പൊടുന്നനെ അറസ്റ്റ് ഉണ്ടായത്. പൂച്ചാക്കൽ കേസിലെ പ്രതികൾക്ക് ഭരണ സ്വാധീനമുണ്ടെന്ന് കെ രമ നിയമസഭയിൽ പറഞ്ഞു. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഒരുപാട് കാലങ്ങളായി ഇത് വർദ്ധിച്ചു വരികയാണ്. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രധാനപ്പെട്ട വിഷയം സർക്കാർ ലാഘവത്തോടു കൂടിയാണ് എടുക്കുന്നത് എന്നുള്ളത് തുടക്കം തന്നെ തോന്നിയാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടാണ് ഇത് ആവശ്യപ്പെട്ടത്. പോലീസിന്റെ നടപടിയും കൂടി ഇതിനകത്ത് ചർച്ച ചെയ്യപ്പെടണം എന്നുള്ളത് കൊണ്ട് മുഖ്യമന്ത്രി ഇതിനകത്ത് ഹാജരായിട്ടില്ല. ഇതിന് എത്ര ലാഘവത്തോടു കൂടിയാണ് സർക്കാർ ഈ വിഷയങ്ങളെ കാണുന്നത് എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം കൂടിയാണ് സാർ അത്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പറഞ്ഞു അത് കേസ് രജിസ്റ്റർ ചെയ്തു. സാർ ആ പ്രതികൾ എവിടെയാണ്? എന്താണ് ആ പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തത്? കാരണം ആ പ്രതികൾ CPM-കാരാണ് സാർ. CPM-ലെ പ്രവർത്തകരായ തൈക്കാട്ടുശ്ശേരിയിലെ CPM പ്രവർത്തകനായ ഷൈജു ആണ് ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതി. അപ്പോൾ പാർട്ടിക്കാണെങ്കിൽ സംരക്ഷിക്കുകയും അവർക്ക് കുടപിടിക്കുകയും ചെയ്യുന്നു എന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയുടെ ഓഫീസിൽ ഉണ്ടായിട്ടും മറുപടി പറയാൻ അദ്ദേഹം നിയമസഭയിലേക്ക് എത്തിയില്ല. പകരം മന്ത്രി വീണ ജോർജാണ് കെ രമയുടെ ഉപക്ഷേപത്തിന് മറുപടി പറഞ്ഞത്. ഇതിലുള്ള അതൃപ്തിയാണ് കെ രമ ആദ്യം പ്രകടിപ്പിച്ചത്. അതിനുശേഷമാണ് അവർ വിഷയത്തിലേക്ക് വന്നത്. മുഖ്യമന്ത്രിക്ക് പകരം മറുപടി പറഞ്ഞ മന്ത്രി വീണ ജോർജ് ഒരാളെയും സംരക്ഷിക്കില്ലെന്നും മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നും പറഞ്ഞു. അതുമാത്രമല്ല, ഈ പൂച്ചാക്കൽ കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്ത കാര്യവും നിയമസഭയിൽ പറഞ്ഞു. മന്ത്രിയുടെ വാക്കുകളിലേക്ക്. ഇതിൽ സർക്കാരിന് ഒരു നിലപാടേ ഉള്ളൂ. അതേത് കേസാണെങ്കിലും ആ നിലപാട് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെ അതിക്രമം നടത്തുന്ന ഒരാളെയും സംരക്ഷിക്കില്ല. മുഖം നോക്കാതെ നടപടിയെടുക്കും സർ. അതിൽ ഇവിടെ പരാമർശിച്ച കേസ് ബഹുമാനിയായ അരൂരംഗത്തിന്റെ മണ്ഡലത്തിലുള്ള കേസ് അതിൽ സർക്കാർ നടപടി സ്വീകരിച്ചു. അതിൽ കേസ് എടുത്തു പോലീസ് 2 പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബഹുമാനിയായ പ്രമേയ അവതാരകയ്ക്ക് അന്വേഷിക്കാം. പ്രാദേശികമായി CPIM പാർട്ടി ഒരു കാരണവശാലും പ്രതികളെ പിന്തുണയ്ക്കുന്നില്ല. അവിടെ നടപടി എടുക്കണമെന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. പോലീസിന്റേതായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചതുകൊണ്ടാണ് 2 പ്രതികളെ അറസ്റ്റ് ചെയ്തത്. പരാതി നൽകിയിട്ടും ഒരന്വേഷണവും നടത്താത്ത പോലീസ് സ്റ്റേഷൻ അടച്ചുപൂട്ടണമെന്നാണ് പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ പറഞ്ഞത്. കാപ്പ കേസ് പ്രതിയെ മാലയിട്ട് സ്വീകരിച്ച മന്ത്രിയാണ് നിലപാട് പഠിപ്പിക്കാൻ വരുന്നതെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിമർശനം ഉന്നയിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. സർ, ആ പരാതി കൊടുത്തിട്ട് 48 മണിക്കൂറും ഒരു അന്വേഷണവും ആ പോലീസ് സ്റ്റേഷനിൽ നടക്കുന്നില്ല. സർ, 19 വയസ്സുകാരിയായ ഒരു ദളിത് പെൺകുട്ടി നേരെ പോയി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഒരു പരാതി കൊടുത്തിട്ട് ആ പരാതിയെക്കുറിച്ച് അന്വേഷിക്കാത്ത പോലീസ് സ്റ്റേഷൻ അടച്ചുപൂട്ടണം സാർ, അടച്ചുപൂട്ടണം. എന്തിനാ പോലീസ് സ്റ്റേഷൻ? ആരെ സംരക്ഷിക്കാനാണ് നിങ്ങളുടെ പോലീസ്? 19 വയസ്സുകാരിയെ പെൺകുട്ടി മകളെ പോലെ കാണണ്ടേ? അപ്പൊ തന്നെ പോണ്ടേ വണ്ടിയെടുത്ത് അന്വേഷിക്കാൻ? അത് പോലീസ് അന്വേഷിക്കാത്തതാണ് അവിടെ ആക്രമണം നടക്കാൻ കാര്യം. കേസിലെ 1-ാം പ്രതി ഷൈജു, സഹോദരൻ 2-ാം പ്രതി ശൈലേഷ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. നിയമസഭയിൽ സ്ത്രീ സുരക്ഷയെക്കുറിച്ചുള്ള വിഷയം ഉന്നയിച്ചപ്പോൾ ഏറ്റവും പ്രധാനമായി പ്രതിപക്ഷം ചൂണ്ടിക്കാണിച്ചത് ന്യൂസ് 18 പുറത്തുവിട്ട ഈ വാർത്തയായിരുന്നു. VV അരുൺ ചേരുകയാണ് നിയമസഭയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. ഒപ്പം ആലപ്പുഴയിൽ നിന്ന് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത ശരണ്യ സ്നേഹജനും ചേരുകയാണ്. ആദ്യം VV അരുണിലേക്ക്. അരുൺ, ഇന്ന് നിയമസഭയിൽ 2 കാര്യങ്ങൾ സംഭവിച്ചു. ഒന്ന്, സ്ത്രീ സുരക്ഷയെക്കുറിച്ച് ന്യൂസ് 18 പുറത്തുവിട്ട ഈ വാർത്ത ഉദാഹരണമായി എടുത്തുകൊണ്ടാണ് പ്രധാനമായിട്ടും പ്രതിപക്ഷം സംസാരിച്ചത്. ഇതിൽ പക്ഷേ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ മറുപടി പറയാൻ വരാത്തത് എന്ന ചോദ്യവും ഉയർന്നുവല്ലോ. അത് ശക്തമായ രീതിയിൽ ഉന്നയിക്കുവാൻ പ്രതിപക്ഷം ശ്രമിച്ചിരുന്നു. പിന്നെ ഈ സ്ത്രീ സുരക്ഷയെക്കുറിച്ചുള്ള കാര്യങ്ങൾ എത്രമാത്രം വാചാലമായാണ് ഇന്ന് മന്ത്രി സംസാരിച്ചത്?
അരൂരിൽ എസ്.സി വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടി നടുറോഡിൽ വെച്ച് പട്ടാപ്പകൽ ക്രൂരമായി മർദ്ദിക്കപ്പെട്ട സംഭവമടക്കം സംസ്ഥാനത്ത് സ്ത്രീകൾക്കും കുട്ടികൾക്കും നടക്കുന്ന അതിക്രമങ്ങൾ മൂലം ജനങ്ങളിൽ ഉണ്ടായിട്ടുള്ള ആശങ്ക ചർച്ച ചെയ്യണമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് നോട്ടീസ് നൽകിയത് ഉപക്ഷേപം അവതരിപ്പിച്ചത് കെ രമയായിരുന്നു. ഈ വിഷയം തന്നെയാണ് പ്രധാനമായും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടിയത്. ഉൾപ്പെടെ മറ്റു പല വിഷയങ്ങൾ, അതായത് കുസാറ്റിലും കാലിക്കറ്റ് സർവകലാശാലയിലും സ്ത്രീകൾക്കെതിരെ വിദ്യാർത്ഥിനികൾക്കെതിരെ നടന്ന അതിക്രമ സംഭവങ്ങൾ, അവരെ അപമാനിച്ച സംഭവങ്ങൾ ഉൾപ്പെടെ നിരവധി വിഷയങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടായിരുന്നു കെ രമ ഈ നോട്ടീസ് അവതരിപ്പിച്ച് സംസാരിച്ചത്. അതിരൂക്ഷ വിമർശനം സർക്കാരിനെതിരെ കെ രമ ഉന്നയിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നോട്ടീസ് നൽകിയത്. ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു നോട്ടീസ് നൽകിയെന്ന്. പക്ഷേ അദ്ദേഹം ഈ സമയം ഫ്ലോറിൽ ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ നിയമസഭയിൽ ഓഫീസിലുണ്ടായിരുന്നു. പക്ഷേ മറുപടി പറയാൻ അദ്ദേഹം എത്തിയില്ല. പകരം മന്ത്രി വീണ ജോർജിനെയാണ് മറുപടി പറയാൻ മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയത്. നമുക്കറിയാം കെ രമയുടെ ചോദ്യങ്ങൾ, കെ രമ നൽകുന്ന നോട്ടീസുകൾക്ക് മറുപടികൾ കഴിഞ്ഞ കുറേ നാളുകളായി മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പറയുന്നില്ല. നേരത്തെ TP വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകിയത് അടക്കമുള്ള വിഷയങ്ങൾ വന്നപ്പോൾ തന്നെ അതിശക്തമായ പ്രതിഷേധ വിഷയത്തിൽ പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു. മുഖ്യമന്ത്രി കെ രമയ്ക്ക് മറുപടി പറയാനുള്ള സാഹചര്യം വരുമ്പോൾ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകുന്നു എന്നാണ് പ്രധാനമായും പ്രതിപക്ഷത്തിന്റെ ആക്ഷേപം, അവരുടെ ആരോപണം. ഇന്നും ഈ നോട്ടീസ് അവതരിപ്പിച്ച് സംസാരിക്കുമ്പോൾ അതിലെ ഒരു അതൃപ്തി കെ രമ വ്യക്തമാക്കുകയും ചെയ്തു. സംസ്ഥാനത്ത് സർക്കാരിന് കൃത്യമായൊരു നയമുണ്ട്. അത് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെ അതിക്രമം നടത്തുന്ന ആളുകളെ ഒരു കാരണവശാലും സംരക്ഷിക്കില്ല എന്ന നിലപാടാണ്. ഇന്ന് ഈ സഭയിൽ നോട്ടീസിന്റെ ഭാഗമായി സംസാരിക്കുമ്പോൾ കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ പരിശീലകൻ മനു പെൺകുട്ടികളെ, പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ പോലും പീഡിപ്പിച്ചടക്കമുള്ള വിഷയങ്ങളും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ എല്ലാ വിഷയങ്ങളിലും കൃത്യമായ നടപടിയെടുത്തിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള സംരക്ഷണം പ്രതികൾക്ക് നൽകിയിട്ടില്ല. CPM പ്രവർത്തകരാണ് ഈ പ്രതിപക്ഷം പരാമർശിച്ച 4 കേസുകളിലെയും പ്രധാന കേസുകളിൽ പലതിലും പ്രതികളെന്ന്, അല്ലെങ്കിൽ CPM നേതാക്കളോ പ്രവർത്തകരോ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളോ പാർട്ടി ബന്ധുക്കളോ ആണ് ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതികളെന്ന ആരോപണം പ്രതിപക്ഷം മുന്നോട്ട് വെച്ചു. പക്ഷേ അത്തരം ആരോപണവും സർക്കാർ തള്ളിക്കളഞ്ഞു. ആരായാലും അവരെ സംരക്ഷിക്കില്ല, ശക്തമായ നടപടി ഉണ്ടാകുമെന്ന മറുപടിയാണ് മന്ത്രി വീണ ജോർജ് നൽകിയത്. പക്ഷേ പ്രതിപക്ഷം അതിൽ തൃപ്തരായില്ല. ഓരോ കാര്യങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ നേതാവ് തിരിച്ചടിച്ചു. നിലപാടെന്ന് പറയുമ്പോൾ സ്ത്രീകൾക്കെതിരെ കഴിഞ്ഞ ദിവസങ്ങളിൽ CPM നേതാക്കളോ അല്ലെങ്കിൽ അവരുടെ അനുഭാവികളോ ഒക്കെ പ്രതികളായ കേസുകൾ, അവരുടെ ആ വിഷയങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് AYFന്റെ വനിതാ നേതാവിനെ അടക്കം അപമാനിച്ച വിഷയം ഓരോന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതാണോ നിങ്ങളുടെ നിലപാട്, ഇതല്ലേ നിങ്ങളുടെ നിലപാടെന്ന് പരിഹസിച്ചുകൊണ്ടായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ മറുപടി. ഏതായാലും മുഖ്യമന്ത്രി ഇന്ന് ഈ വിഷയത്തിൽ മറുപടി പറഞ്ഞില്ല. മന്ത്രി വീണ ജോർജിന്റെ മറുപടിയിൽ തൃപ്തരാകാതെയാണ് പ്രതിപക്ഷം അതിശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ശരി, വി അരുണാണ് നിയമസഭയിൽ നിന്ന് ഇത്രയും വിവരങ്ങൾ നൽകിയത്. ശരണ്യ സ്നേഹജൻ ചേരുകയാണ് ആലപ്പുഴയിൽ നിന്നും. ശരണ്യയാണ് ഈ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്ത്. എന്തായാലും ഈ വിഷയം നിയമസഭയിൽ ഉന്നയിക്കുവാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞു. ഈ ഉപക്ഷേപം വരുന്നതിന് തൊട്ട് മുൻപായിരുന്നോ ഈ അറസ്റ്റ് നടന്നത്? ഉപക്ഷേപം വരുമെന്ന് അറിയാമല്ലോ സർക്കാരിന്. അപ്പോൾ പൊടുന്നനെ പോലീസിന് നിർദ്ദേശം നൽകുകയും അങ്ങനെ ഒരു അറസ്റ്റിലേക്ക് പോവുകയും ചെയ്തു എന്നാണോ? കഴിഞ്ഞ ദിവസങ്ങളിൽ എന്തായിരുന്നു പോലീസ് പറഞ്ഞിരുന്നത്? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പ്രതികൾ ഒളിവിലാണ് എന്നുള്ള വിവരമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതായത് ഈ തൈക്കാട്ടുശ്ശേരി സ്വദേശിയായ ഷൈജു, ഒപ്പം തന്നെ ഷൈജുവിന്റെ സഹോദരൻ ശൈലേഷ്, ഇവർ രണ്ടുപേരുമാണ് ആ ദൃശ്യങ്ങൾ പ്രധാനമായും നിലാവെന്ന 19-കാരിയായ ദളിത് യുവതിയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പ്രധാനമായി കാണുന്നത്. ഇവർ ഒളിവിലാണ് എന്നായിരുന്നു പോലീസ് വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ ഇന്ന് രാവിലെയോടെ നിയമസഭയിലേക്ക് വിഷയങ്ങൾ എത്തുന്നതിന് തൊട്ട് മുമ്പാണ് നാടകീയമായി ഇവരുടെ അറസ്റ്റ്, രണ്ടുപേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും സന്തോഷകരമായ ഒരു അനുഭവം തന്നെയാണ്. കാരണം ഈ കഴിഞ്ഞ ദിവസം ഈ നിലാവിനേറ്റ മർദ്ദനം, അത് ഒരു ദളിത് പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്ന, നടു റോട്ടിൽ നേരിടേണ്ടി വന്ന മർദ്ദനത്തെ സംബന്ധിച്ച് ന്യൂസ് 18 കഴിഞ്ഞ ദിവസം രാത്രി 8 മണിയോടെ ഈ വാർത്ത പുറത്തേക്ക് വിടുമ്പോൾ ഇത് സംബന്ധിച്ച് ആ പെൺകുട്ടിയും പ്രതികരണവുമായി നമ്മളോടൊപ്പം എത്തിയിരുന്നു. ക്രൂരമായ മർദ്ദനത്തിന്, അടിവയറ്റിലടക്കം ചവിട്ട് കിട്ടി, മൂത്രമൊഴിക്കാൻ പോലും പോകാൻ കഴിയാത്ത രീതിയിൽ ക്രൂരമായ മർദ്ദനത്തിനാണ് താൻ ഇരയായത് എന്നുള്ളതാണ് അന്ന് നിലാവ് നമ്മളോട് തുറന്നു പറഞ്ഞത്. ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് നിലാവിന്റെ സഹോദരങ്ങളെ തൈക്കാട്ടുശ്ശേരിയിലെ, പൂച്ചാക്കൽ തൈക്കാട്ടുശ്ശേരിയിലെ റോഡിൽ വെച്ച് ഈ ഷൈജുവും ഒപ്പം തന്നെ ഷൈജുവിന്റെ സഹോദരൻ ശൈലേഷും അവിടെ റോഡരികിൽ മദ്യപിച്ചുകൊണ്ടിരുന്ന ഇവർ ആക്രമിക്കുന്നത് കണ്ട ഓടിച്ചെന്ന നിലാവ്, അത് തടയാൻ ശ്രമിച്ച നിലാവിനെതിരെ ആണ് പിന്നീട് ആക്രമണം നടന്നത്. ഷൈജു മുടിക്ക് കുത്തിപ്പിടിച്ച ആ യുവതിയെ താഴത്തേക്കിട്ട്, യുവതി എന്ന് പോലും പറയാം, 19 വയസ്സുള്ള പെൺകുട്ടിയാണ്, അവരെ താഴേക്കിട്ട് ചവിട്ടുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. പുറകെ വന്ന ഷൈജുവിന്റെ സഹോദരൻ ഉൾപ്പെടെയുള്ള ആളുകളും ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. ഒരു പൊതു റോഡിൽ, അതായത്
അതായത് ഒരു PWD റോഡിന്റെ അരികിലായാണ് ഇത്രയും വലിയ ഒരു സംഭവങ്ങൾ നടന്നത് എന്നുള്ളതാണ്. അന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്തത് 3 മണിയോടുകൂടി. അതായത് ഈ സംഭവത്തിൽ പോലീസ് കാണിച്ച അലംഭാവമാണ് പ്രധാനമായും ന്യൂസ് 18 ചൂണ്ടിക്കാട്ടിയത്. അതായത് 3 മണിക്ക് അവിടെ എത്തിയ ഈ സ്പോട്ടിലേക്ക് എത്തിയ അന്വേഷണ സംഘം, പൂച്ചാക്കൽ SI നേതൃത്വത്തിലുള്ള സംഘം, അവിടെ പൂച്ചാക്കൽ പോലീസ് അവിടെ എത്തുന്നു. അവിടെ എത്തിയ ഈ സംഭവ സ്ഥലത്ത് ഈ പെൺകുട്ടി മർദ്ദിക്കപ്പെട്ട ദൃശ്യങ്ങൾ പോലീസിന് കൈമാറുന്നു. പോലീസിന് ഈ ദൃശ്യങ്ങൾ കാണിക്കുന്നു. പക്ഷേ ആ കേസുമായി ബന്ധപ്പെട്ട തികഞ്ഞ ഉദാസീനതയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായതെന്ന് ന്യൂസ് 18 ചൂണ്ടിക്കാട്ടിയിരുന്നു. 3 മണിക്ക് താൻ ആക്രമിക്കപ്പെട്ടു എന്നുള്ള വിവരം നൽകുമ്പോഴും രാത്രി 8 മണിക്ക് ന്യൂസ് 18 വാർത്താ സംഘം പൂച്ചക്കൽ SIയെ ബന്ധപ്പെടുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട യാതൊരുവിധ കേസും ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നിലാവ് മർദ്ദിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞത്. അത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ട് കുട്ടികൾ തമ്മിലുള്ള തർക്കമാണ് എന്നുള്ള രീതിയിൽ ലഘൂകരിച്ച് പറയുകയുമായിരുന്നു. പിന്നീട് ന്യൂസ് 18 തന്നെയാണ് അത് ജില്ലാ പോലീസ് മേധാവിക്ക് ദൃശ്യങ്ങൾ കൈമാറുകയും ചെയ്തത്. ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ ഈ സ്ത്രീകളുടെയും കുട്ടികളുടെയും വിഷയത്തിൽ അവർ പ്രത്യേക താല്പര്യം എടുക്കുന്ന ഒരു ഉദ്യോഗസ്ഥയാണ്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഈ വിഷയത്തിനകത്ത് കേസ് എടുക്കണമെന്നുള്ള നിർദ്ദേശം ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോണിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും പിറ്റേ ദിവസത്തേക്ക്, അതായത് ഈ സംഭവം ഞായറാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്കാണ് നടക്കുന്നതെങ്കിൽ പിറ്റേ ദിവസം രാവിലെയാണ് ഈ കേസിൽ FIR ഇട്ടുകൊണ്ട് ഷൈജുവിനെ 1ാം പ്രതിയും ഒപ്പം തന്നെ ഷൈജുവിന്റെ സഹോദരൻ ശൈലേഷിനെ 2ാം പ്രതിയുമാക്കുന്നത്. ഹരിജൻ അട്രോസിറ്റി ആക്ടും ഒപ്പം തന്നെ സ്ത്രീത്വത്തെ അപമാനിക്കലടക്കമുള്ള 364 അടക്കമുള്ള വകുപ്പുകളും ഒപ്പം തന്നെ സംഘം ചേർന്ന് ആക്രമിക്കുക എന്നടക്കമുള്ള വകുപ്പുകൾ ചേർത്തായിരുന്നു, ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്തായിരുന്നു പ്രതികൾക്കെതിരെ പോലീസ് കേസെടുത്തത്. പക്ഷെ ആ സമയത്തും നിലാവിനെതിരെയും പോലീസ് കേസെടുത്തു എന്നതായിരുന്നു ശ്രദ്ധേയം. അതായത് നിലാവ് ഗുരുതരമായ ആരോപണങ്ങൾ പോലീസിനെതിരെ ഉന്നയിച്ചിരുന്നു. പ്രത്യേകിച്ച് ന്യൂസ് 18ലൂടെ നിലാവ് അത്തരമൊരു തുറന്നു പറച്ചിൽ ആദ്യമായി നടത്തുന്നതും ന്യൂസ് 18ലൂടെയാണ്. അത്തരത്തിൽ പറഞ്ഞത് താൻ പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോൾ അവിടെ ആട്ടി ഓടിക്കപ്പെട്ടു എന്നുള്ളതാണ് ആ പെൺകുട്ടി പറഞ്ഞത്. അതിനകത്ത് അത് സാധൂകരിക്കുന്ന തെളിവുകൾ നമുക്ക് ലഭ്യമായിട്ടുണ്ടായിരുന്നു. അതായത് നിലാവ് തലേ ദിവസം നിലാവിന്റെ സഹോദരന്മാർ ഷൈജുവിന്റെ മകനെ ഫോണിൽ വിളിച്ചിരുന്നു. ഈ ഫോൺ വിളിയുമായി ബന്ധപ്പെട്ട് ഷൈജു ഈ ഫോൺ എടുത്ത് ഈ കുട്ടികളുമായി, അതായത് അച്ഛൻ ഇവരോടൊപ്പം ഇല്ല, അമ്മുമ്മയുടെ സംരക്ഷണയിലാണ് ഈ കുട്ടികൾ വളരുന്നത്. അമ്മ കൂലിപ്പണി എടുത്താണ് ഈ 2 കുട്ടികളെയും നിലാവിനെയും വളർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ കുട്ടികളുമായി സഹകരിക്കാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിൽ വളരെ വലിയ അസഭ്യം ഇവരെ പറയുകയും ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഈ കുട്ടികൾ നിലാവിന്റെ സഹോദരന്മാർ തിരിച്ച് ഇതിനെ മറുപടി പറയുകയും ചെയ്തിരുന്നു. തുടർന്ന് ഷൈജു ആണ് ഈ പ്രാദേശിക CPMന്റെ സ്വാധീനമുള്ള ഷൈജു ആദ്യം പൂച്ചക്കൽ പോലീസിന് പരാതി നൽകുന്നു. പൂച്ചക്കൽ പോലീസ് വിളിക്കുമ്പോൾ നിലാവും രാവിലെ പരാതിയുമായാണ് തങ്ങളോട് ഇത്രയും അസഭ്യം പറഞ്ഞു എന്നുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി നിലാവും പരാതിയുമായാണ് ആ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നത്. പക്ഷേ ഈ 2 പരാതികളിൽ ഏകപക്ഷീയമായി നിലാവിന്റെയോ സഹോദരങ്ങളുടെയോ ഭാഗം കേൾക്കാതെ ആ കുട്ടികളെ ഭീഷണിപ്പെടുത്തിയ ശേഷം ഷൈജുവിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് പോലീസ് ഇവരെ ഭീഷണിപ്പെടുത്തി പറഞ്ഞു വിടുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അതായത് ആദ്യഘട്ടത്തിലെ പരാതി സ്വീകരിക്കപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല ഇവർ തമ്മിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു പ്രത്യേകിച്ച് അച്ഛന്റെ സംരക്ഷണം പോലും ഇല്ലാത്ത കുട്ടികളാണ്. അവർക്ക് വേണ്ടി അനുകൂലമായി അവരുടെ പ്രശ്നം എന്താണ് എന്ന് പരിഹരിക്കാനുള്ള ഒരു ഔചിത്യബോധമോ ഇടപെടലോ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല എന്നുള്ളതായിരുന്നു ന്യൂസ് 18 ചൂണ്ടിക്കാണിച്ചത്. തുടർന്നാണ് വൈകിട്ട് 3 മണിയോടെ നമ്മൾ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ടുള്ള അക്രമ സംഭവം ആ തെരുവിൽ അരങ്ങേറുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ആ വിഷയത്തിനകത്ത് ഇപ്പോൾ ഉചിതമായൊരു നടപടി ജില്ലാ പോലീസ് മേധാവിയുമായി ബന്ധപ്പെട്ടതിനു ശേഷം പിന്നീട് ഉചിതമായൊരു നടപടി ഉണ്ടാവുകയും പോലീസ് വേഗത്തിൽ FIR ഇടുകയും ചെയ്ത് കേസെടുക്കുകയും ചെയ്തിരുന്നു. പക്ഷെ അപ്പോഴും പ്രതികളെ പിടിക്കാനുള്ള ഒരു സമ്മർദ്ദം, പോലീസ് പ്രതികളെ പിടിക്കുന്നതിലുള്ള ഒരു അലംഭാവം അതിനകത്ത് വീണ്ടും ഈ ഷൈജു ഒന്നും അത്ര ഒളിവിൽ പോകാനോ മറ്റു പശ്ചാത്തലമോ ഉള്ള ആളുകളൊന്നുമല്ല. ആ പ്രദേശത്ത് തന്നെയുള്ള ആളുകളെ പിടിക്കാനായി പോലീസിന് കഴിയുന്നില്ല. നിലാവ് ആശുപത്രിയിലേക്ക്, അതായത് തന്റെ ശരീരത്തിന്റെ സാഹചര്യം കുറച്ചുകൂടി മോശമായതിനെ തുടർന്ന് നിലാവ് തുറവൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുകയും വലിയ പ്രതിഷേധം ഉണ്ടാവുകയും ചെയ്തു. ആദ്യം BJP ആണ് പൂജക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്. ശോഭാ സുരേന്ദ്രൻ നേതൃത്വത്തിൽ അത്തരത്തിലൊരു പ്രതിഷേധം ഉണ്ടായി. പിന്നീട് KC വേണുഗോപാൽ MP അടക്കമുള്ള ആളുകൾ ഇതിനകത്ത് പ്രത്യക്ഷത്തിൽ തന്നെ പ്രതിഷേധവുമായി രംഗത്ത് വരികയും ചെയ്തിരുന്നു. എന്തായാലും ഇരട്ട നീതി നമ്മുടെ പോലീസ് സ്റ്റേഷനുകളിൽ ഉണ്ട് എന്നുള്ളതിന്റെ വ്യക്തമായ ശരണ്യ, എന്തായാലും ഈ വിഷയം നിയമസഭയിൽ പ്രതിപക്ഷം ഉന്നയിക്കുകയും അങ്ങനെ അതിന് തൊട്ട് മുൻപ് അറസ്റ്റ് ഉണ്ടാവുകയും ചെയ്തിരിക്കുകയാണ്. ന്യൂസ് 18 ഇമ്പാക്റ്റ് ആണ് ഇന്ന് കണ്ടത്. KK രമയാണ് ഇന്ന് ഉപക്ഷേപം അവതരിപ്പിച്ചത്. KK രമയെ പോലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ അധിക്ഷേപിക്കപ്പെട്ട മറ്റൊരു സ്ത്രീ ഉണ്ടോ എന്ന് സംശയമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിയമസഭയിൽ പറയുകയും ചെയ്തു. TPയെ 51 വെട്ടുവെട്ടി കൊന്നിട്ടും വാശി തീരാതെ രമയെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കൊന്നുകൊണ്ടിരിക്കുകയാണെന്നും സതീശൻ പറഞ്ഞു. സർ, ഈ വിഷയം അവതരിപ്പിച്ച KK രമയെ അധിക്ഷേപിച്ചതുപോലെ സോഷ്യൽ മീഡിയയിൽ അധിക്ഷേപിക്കപ്പെട്ട വേറെ ഏതെങ്കിലും സ്ത്രീ ഉണ്ടോ? സർ, മന്ത്രി വായിച്ചു,
രമയെ അധിക്ഷേപിച്ച് നിങ്ങളുടെ ഹാൻഡിലുകൾ ഇട്ട കാര്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ വായിക്കില്ല സാർ, വായിക്കാൻ പറ്റില്ല, എനിക്ക് വായിക്കാൻ കഴിയാത്ത തരത്തിലാണ്. കാണിച്ചു തരാം ഈ MLA കുറിച്ച്. നിങ്ങൾ ആ മനുഷ്യനെ 51 വെട്ടുവെട്ടി ക്രൂരമായി കൊന്നിട്ടും നിങ്ങളുടെ വാശി തീരാതെ ഈ പെൺകുട്ടിയെ, ഈ സ്ത്രീയെ ഇപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിൽ കൊന്നുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങളുടെ നിലപാടാണോ? സാമൂഹ്യക്ഷേമ പെൻഷൻ കുടിശ്ശിക തീർക്കുമെന്ന് ഇന്ന് മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു. 5 ഗഡുവാണ് ക്ഷേമ പെൻഷന്റെ ഇപ്പോൾ കുടിശ്ശികയായുള്ളത്. ഇത് 2 തവണയായിട്ട് കൊടുത്തു തീർക്കുമെന്നാണ് മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ പ്രത്യേക പ്രസ്താവനയിലൂടെ പറഞ്ഞത്. ഇതിൽ ആദ്യത്തേത് ഈ സാമ്പത്തിക വർഷവും അടുത്ത സാമ്പത്തിക വർഷത്തിലും കൊടുക്കുമെന്നാണ് മുഖ്യമന്ത്രി അറിയിച്ചത്. മറ്റ് പെൻഷൻ കുടിശ്ശികകളും ബാക്കിയുള്ള മറ്റ് കുടിശ്ശികകളുമൊക്കെ കൊടുത്തു തീർക്കുമെന്നും മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയെ പ്രത്യേക പ്രസ്താവന വഴി അറിയിക്കുകയുണ്ടായി. സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേന്ദ്രമാണ് എന്നുള്ള കാര്യം മുഖ്യമന്ത്രി ആവർത്തിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രിയുടെ വാക്കുകളിലേക്ക് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി മുഖ്യമന്ത്രി പറഞ്ഞു. നേരത്തെ LDFന്റെ ഉറപ്പ് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ കൂട്ടും എന്നുള്ള കാര്യം, അതിൽ മാറ്റമില്ലെന്നും ക്ഷേമ പെൻഷനുകളുടെ തുക കൂട്ടുമെന്നും മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിച്ചിരുന്നവരുടെ ആകെ എണ്ണം 34,43,414 ഇവർക്ക് 600 രൂപ വീതമാണ് പെൻഷനായി നൽകി വന്നിരുന്നത്. ഇത് തന്നെ 18 മാസം വരെ കുടിശ്ശികയായിരുന്നു എന്നത് ഏറെ ചർച്ചകൾക്കിടയാക്കിയതാണ്. 2016 വന്ന LDF സർക്കാരാണ് കുടിശ്ശിക മുഴുവൻ തീർത്തു നൽകിയത്. ഇപ്പോഴാകട്ടെ 62 ലക്ഷം പേർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുന്നുണ്ട്. പെൻഷൻ തുക ഘട്ടം ഘട്ടമായി ഉയർത്തി 1,600 രൂപയുമാക്കിയിട്ടുമുണ്ട്. ഇത് ഇനിയും വർദ്ധിപ്പിക്കുന്നതിനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. എറണാകുളം മലയാറ്റൂരിൽ വീണ്ടും കാട്ടാന ശല്യം. രാവിലെ മുതൽ തന്നെ കർഷകരുടെ പ്രതിഷേധമാണ് കാണുന്നത്. മലയാറ്റൂരിൽ ജനവാസ പ്രദേശത്താണ് കാട്ടാന ഇറങ്ങിയത്. ഒരു കുട്ടിയാന കിണറ്റിൽ വീണതോടെ അമ്മയാനയും മറ്റ് ആനകളും സമീപ പ്രദേശങ്ങളിൽ നിലയുറപ്പിക്കുകയായിരുന്നു. ഇതാണ് നാട്ടുകാരുടെ പ്രതിഷേധത്തിന് ഇടയാക്കിയത്. വന്യമൃഗശല്യം ഏറെയുള്ള സ്ഥലമാണ് മലയാറ്റൂർ. ഇവിടെ പല ഘട്ടങ്ങളിലും വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങാറുണ്ട്. ഇതിനെ തടയുന്നതിന് വേണ്ടി അതിർത്തിയിൽ കിടങ്ങ് നിർമ്മിക്കണമെന്നാണ് പ്രധാനമായും ഇവരുടെ ആവശ്യം. ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. സബ് കളക്ടർ നാട്ടുകാരുമായി ചർച്ച നടത്തുകയാണ്. ഇപ്പോൾ ആദ്യം നാട്ടുകാരുടെ പ്രതിഷേധത്തിലേക്ക്. ഒരു വിൻഡോയിൽ കാണുന്ന ദൃശ്യങ്ങൾ കുട്ടിയാന കിണറ്റിൽ വീണതിൻ്റെതാണ്. അമ്മയാനയാണ് ഈ കുട്ടിയാനയെ രക്ഷപ്പെടുത്തിയത്. ഒരു തീരുമാനമില്ല. മലയാറ്റൂരിലാണ് ഈ സംഭവം നടന്നത്. ഇന്ന് ഒരു കുട്ടിയാന കിണറ്റിൽ വീണിരുന്നു. കാട്ടാനകൾ സ്ഥലത്ത് നിൽക്കുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് വലിയ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത് വന്നത്. ഈ വിഷയം ഇന്ന് നിയമസഭയിലും ഉന്നയിച്ചു. മലയാറ്റൂരിലെ വിവരങ്ങളുമായി ഡാനി പോൾ ചേരുകയാണ്. ഡാനി, ഏറ്റവും ഒടുവിൽ വനം വകുപ്പിന് ഒരു ആശ്വാസം അവിടെ നിന്നുണ്ടായത് ഈ അമ്മയാന തന്നെ കുട്ടിയാനയെ കിണറ്റിൽ നിന്ന് കരയ്ക്ക് കയറ്റി എന്നുള്ളതാണല്ലോ. പക്ഷെ ഇപ്പോഴും നാട്ടുകാർ പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ലല്ലോ. എന്താണ് മലയാറ്റൂരിൽ ഇപ്പോൾ സംഭവിക്കുന്നത്? മഞ്ജുഷ, ഏറ്റവും ഒടുവിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് സബ് കളക്ടർ വന്നു. സബ് കളക്ടറുമായി ചർച്ച നടത്തുകയും ചെയ്തു. അത് ഉന്നതതല നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സബ് കളക്ടർ അവിടേക്ക് എത്തിയത്. ഇതിനുശേഷം നടന്ന മണിക്കൂറുകൾ നീണ്ട ചർച്ചകൾക്കൊടുവിൽ ഇപ്പോൾ പറയുന്നത് സബ് കളക്ടറുമായുള്ള ഒരു ധാരണയിലേക്ക് എത്തിയിരിക്കുന്നു. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് സബ് കളക്ടർ പറയുന്നത് ജനങ്ങളുടെ ആവശ്യം അത് ന്യായമാണ്, അതിനെ നിഷേധിക്കാൻ കഴിയില്ല. അവർ ആവശ്യപ്പെട്ടതനുസരിച്ച് കിടങ്ങെന്ന് ഉദ്ദേശിക്കുന്ന ട്രഞ്ച് അത് വൈകാതെ തന്നെ അവിടേക്ക് നിർമ്മാണം പൂർത്തിയാക്കും. അതോടൊപ്പം തന്നെ ഫെൻസിങ് അടക്കം സോളാർ ഫെൻസിങ്ങിനുള്ള ഫണ്ട് പാസ്സായിട്ടുണ്ട്. അതിൻ്റെ നിർമ്മാണവും തന്നെ പൂർത്തിയാക്കും. ഒപ്പം 3 വാച്ചർമാരെ പെട്രോളിങ്ങിന് കൂടുതലായിട്ട് ഇവിടെ നിയോഗിക്കും. മുഴുവൻ സമയ ഒരു പെട്രോളിംഗ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ആ മേഖലയിൽ
കൂടുതലായിട്ട് തന്നെ ശ്രദ്ധ ചെലുത്തുന്നതിനടക്കമുള്ള നടപടികൾ ഉണ്ടാകും. ഇന്ന് പൂർണ്ണമായും തന്നെയും ഒരു നിരീക്ഷണത്തിലേക്ക് ഈ ദിവസങ്ങളിൽ ഉണ്ടാകും. കാരണം പ്രത്യേകിച്ച് ഈ കാട്ടാനക്കൂട്ടങ്ങൾ കാട്ടാന ഇറങ്ങുമ്പോൾ അതിനുശേഷം വളരെ പെട്ടെന്ന് തിരിച്ചു പോകുന്നൊരു ശീലമല്ല. അപ്പോൾ മുഴുവൻ സമയ ഒരു പട്രോളിംഗ് എന്ന രീതിയിൽ, നിരീക്ഷണം എന്ന രീതിയിൽ ഈ അടുത്ത ദിവസങ്ങളിലെല്ലാം തന്നെ അത് ഉണ്ടാകുകയും ചെയ്യും. ജനങ്ങളുടെ ആവശ്യം ന്യായമാണ്, അതനുസരിച്ച് കൊണ്ടുള്ള നടപടികൾ ത്വരിതഗതിയിലാക്കുകയും ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഒപ്പം ഇന്ന് വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധമാണ് ഉണ്ടായത്. ആരുടെയും പേരിൽ കേസെടുത്തിട്ടില്ല എന്ന് പോലീസ് അറിയിച്ചു. ആരുടെയും പേർക്ക് കേസെടുക്കാനും ഉദ്ദേശിക്കുന്നില്ല ഇപ്പോൾ. മറ്റൊന്ന്, അടുത്ത ആഴ്ച ഇതിൻ്റെ ഒരു അവലോകന യോഗം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഉണ്ടാകും. അത് ആ യോഗത്തിൽ ജില്ലാ കളക്ടറും അതോടൊപ്പം തന്നെ ആ സ്ഥലം MLAയും RDOയും DFOയും അടക്കമുള്ള ഉന്നതർ ഈ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യും. അപ്പോൾ ഇത്തരം ഒരു ധാരണകൾ ഇപ്പോൾ നടത്തിയ ഒരു ചർച്ചയെ തുടർന്ന് ഉണ്ടായിട്ടുണ്ട്. ഒരു സമവായത്തിലേക്കടക്കമാണ് നീങ്ങുന്നത്. വൈകാതെ ജനങ്ങളുടെ പ്രതിഷേധം അവസാനിപ്പിക്കുമെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അവർ ഉന്നയിച്ച ആവശ്യങ്ങൾ, പ്രത്യേകിച്ച് ഉന്നതർ സ്ഥലത്തെത്തി തങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം, അല്ലാതെ തങ്ങൾ പിന്തിരിയില്ല എന്ന് പറഞ്ഞിരുന്നു. അതുണ്ടായിരിക്കുന്നു. സബ് കളക്ടർ K. മീര സ്ഥലത്തെത്തുകയും ഇവരുമായി ചർച്ച നടത്തുകയും എല്ലാം തന്നെ ചെയ്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും ഒടുവിലായി ചേർക്കാനുള്ളത്. മറ്റൊന്ന്, ഈ വിഷയം വലിയ രീതിയിൽ തന്നെ അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. വന്യമൃഗങ്ങൾ കൂട്ടത്തോടെ ഇറങ്ങുന്നൊരവസ്ഥയാണ് അവിടേക്കുള്ളത്. ഒപ്പം തന്നെയും ഈ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വിഷപ്പാമ്പുകളെയും മറ്റ് പിടികൂടിയാൽ കൊണ്ട് കളയുന്നൊരു സ്ഥലമായിട്ട് പലപ്പോഴും ഈ മലയാറ്റൂരും ഇല്ലിത്തോടുമുള്ള വനമേഖലകൾ മാറുന്നുണ്ട്. അത് ഇന്നത്തെ ചർച്ചയിലും ഒരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നു. വിഷജീവികളെ ഇവിടെ തള്ളുകയില്ല എന്ന് ഉറപ്പ് വരുത്തണമെന്നത് നാട്ടുകാരുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു. രാജവെമ്പാല അടക്കമുള്ള ഉഗ്രവിഷമുള്ള പാമ്പുകൾ പലപ്പോഴും അവിടെ വീടുകളിലേക്ക് കയറുന്നതും അതിനെ പിടികൂടുന്നതും എല്ലാം തന്നെ സർവ്വസാധാരണമായിരുന്നു. അപ്പോൾ ഇത്തരം സംഭവങ്ങൾ ഇങ്ങനെ പിടികൂടുന്നത് അതിന് കൂടുതൽ ഉൾവനങ്ങളിലേക്ക് മാറ്റണമെന്നതാണ് നാട്ടുകാർ പറയുന്നത്. അതിനും അത്തരത്തിലും ധാരണയായിരിക്കുന്നു എന്നതാണ്. ശരി ഡാനി, എന്തായാലും ഈ വിഷയം ഇന്ന് നിയമസഭയിലും ഉന്നയിച്ചു. മന്ത്രി AK ശശീന്ദ്രൻ ഇതിന് മറുപടിയും പറയുകയുണ്ടായി. കാട്ടാനകളെ കാട്ടിലേക്ക് തന്നെ കയറ്റുന്നതിന് വേണ്ടിയുള്ള നടപടികൾ വനം വകുപ്പ് എടുക്കുന്നുണ്ടെന്നാണ് മന്ത്രി ഇന്ന് നിയമസഭയിൽ പറഞ്ഞത്. അതേപോലെ തന്നെ അമ്മയാന ഈ കുട്ടിയാനയെ രക്ഷിച്ചതിനെ കുറിച്ചും രസകരമായ രീതിയിൽ മന്ത്രി ഇന്ന് നിയമസഭയിൽ പ്രതികരിക്കുകയുണ്ടായി. എന്റെ നിയോജകമണ്ഡലത്തില് മലയാറ്റൂര് ഇല്ലത്തോട് പ്രദേശത്ത് ഇന്ന് രാവിലെ 4 മണിയോടുകൂടി 20 ആനകളാണ് ഒരു ജനവാസ മേഖലയിൽ ഇറങ്ങി അവിടെ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട മന്ത്രിക്ക് ഉൾപ്പെടെ അറിയാം സാർ. ഒരു കുട്ടിയാന അതിനകത്തൊരു ചെറിയ കിണറ്റിൽ വീണു. ആളുകളെല്ലാം കൂടെ അവിടെ വട്ടം കൂടി ആന ആളുകളെ ഓടിച്ച് ഒരാൾ ഗുരുതരമായിട്ട് പരിക്ക് പറ്റുന്ന സാഹചര്യം വരെ ഉണ്ടായിരിക്കുന്നു. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അവിടെ തടഞ്ഞു വെച്ചിരിക്കുകയാണ് സാർ. ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും ജില്ലാ കളക്ടറോ അല്ലെങ്കിൽ വനം വകുപ്പിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ പ്രദേശത്തേക്ക് അയച്ച് ഈ വിഷയത്തിന് പരിഹാരം കാണുവാനായിട്ട് മന്ത്രിയുടെ ഭാഗത്ത് ഇടപെടൽ ഉണ്ടാവണം സാർ. ഇന്നലെ രാത്രി പുലർച്ചെ ഉണ്ടായിട്ടുള്ള സംഭവമാണ് ബഹുമാനപ്പെട്ട അംഗം ഇവിടെ ചൂണ്ടിക്കാണിച്ചത്. ശ്രദ്ധയിൽപ്പെട്ടിരുന്നു സാർ. പക്ഷെ ഈ പ്രയാസത്തിനിടയിലും നാം കണ്ട ഒരു മനോഹരമായ ദൃശ്യം, ആ കുട്ടിയാനയെ അമ്മയാനയാണ് രക്ഷിച്ചത്. അതൊരു അസാധാരണമായ ശ്രദ്ധേയമായ ഒരു പ്രശ്നമാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് എന്നെ സഹായിക്കാൻ ആനകളുണ്ട് എന്നാണ്. പിന്നെ അവിടെ നടക്കുന്ന സംഭവം, ആ കാര്യത്തിൽ വനം വകുപ്പ് ഇടപെടുകയും കാട്ടാനകളെ കാട്ടിനുള്ളിലേക്ക് തിരിച്ചയക്കുന്ന നടപടികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവിടുത്തെ ജനങ്ങൾക്ക് അതുകൊണ്ടൊന്നും തൃപ്തി പോരാ എന്ന നിലയാണ് വന്നിട്ടുള്ളത്. അവരുമായി ചർച്ച ചെയ്യുന്നുണ്ട്. ഫെൻസിങ്ങുകൾ സ്ഥാപിക്കുന്നതിനുള്ള അനുമതി നൽകിക്കഴിഞ്ഞതായി അങ്ങ് തന്നെ കഴിഞ്ഞ ദിവസം ഇവിടെ സഭയിൽ രേഖപ്പെടുത്തിയതാണ്. ആ നടപടികളുമായി മുമ്പോട്ട് പോകും. മലയാറ്റൂരിൽ മാത്രമല്ല മുല്ലപ്പെരിയാറിലും ഒരു ആനയുടെ ദൃശ്യം കാണുകയുണ്ടായി. മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് വെള്ളം ഒഴുകുന്ന കനാലിലാണ് കാട്ടാന വീണത്. ഷട്ടറിന്റെ സമീപമുള്ള ഗ്രില്ലിൽ ഈ ആന കുടുങ്ങുകയായിരുന്നു. മണിക്കൂറുകൾക്ക് ശേഷം കാട്ടാന സ്വമേധയാ നീന്തിയാണ് രക്ഷപ്പെട്ടത്. ഇന്ന് രാവിലെ 7 മണിയോടെയായിരുന്നു സംഭവം. പെരിയാർ കടുവ സങ്കേതത്തിലെ കാട്ടാനയാണ് തമിഴ്നാട് വെള്ളം കൊണ്ടുപോകുന്ന കനാലിൽ അകപ്പെട്ടത്. 100 മീറ്ററോളം ഒഴുകി കനാലിന് കുറുകെ സ്ഥാപിച്ചിരുന്ന ഗ്രില്ലിൽ കാട്ടാന തടഞ്ഞു നിന്നു. ശക്തമായ വെള്ളമൊഴുക്കുള്ളതിനാൽ ആനയ്ക്ക് തിരിച്ചു നീന്താനും കഴിഞ്ഞില്ല. 1 മണിക്കൂറോളം കാട്ടാന ഗ്രില്ലിൽ തന്നെ തടഞ്ഞു നിന്നു. റിസോർട്ട് ജീവനക്കാരാണ് ആന ഗ്രില്ലിൽ കുടുങ്ങിയ വിവരം വനം വകുപ്പിനെ അറിയിച്ചത്. തുടർന്ന് തേക്കടിയിലെ ഷട്ടർ അടച്ച് തമിഴ്നാട്ടിലേക്കുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുത്തി. ഇതോടെ ആന തിരിച്ചു നീന്തി കരക്ക് കയറി. പെരിയാർ കടുവ സങ്കേതത്തിലേക്ക് തന്നെ ആന നീങ്ങിയിട്ടുണ്ട്. അപകടത്തിൽ ആനയ്ക്ക് പരിക്കുകളൊന്നുമില്ലെന്നാണ് നിഗമനം. ന്യൂസ് 18 ഇടുക്കി. മറ്റു വാർത്തയിലേക്ക്. കോഴിക്കോട്ടെ PSC കോഴ വിവാദത്തെക്കുറിച്ചാണ്. ഇന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ജില്ലാ സെക്രട്ടറി P മോഹനും ഇതേക്കുറിച്ച് പ്രതികരിക്കുകയുണ്ടായി. MV ഗോവിന്ദൻ ഇന്ന് പറഞ്ഞത് ഒരു പരാതിയും പാർട്ടിക്ക് കിട്ടിയിട്ടില്ല എന്നാണ്. ഒരു വെള്ളക്കടലാസിൽ പേര് വെക്കാതെ ഒരു പരാതി കിട്ടിയാൽ പോലും ഇതേക്കുറിച്ച് അന്വേഷിക്കുമെന്നാണ് MV ഗോവിന്ദൻ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്.
മുഹമ്മദ് റിയാസിന്റെ ഭാഗത്തുനിന്നും ഒരു പരാതിയും പാർട്ടിക്ക് കിട്ടിയിട്ടില്ല എന്നും എം.വി. ഗോവിന്ദൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഞങ്ങൾക്ക് സംഘടനാപരമായ നിലപാടുണ്ട്. തെറ്റായ ഒരു പ്രവണതയെയും സംസ്ഥാന കമ്മിറ്റിയോ ജില്ലാ കമ്മിറ്റിയോ ഏതെങ്കിലും കമ്മിറ്റിയോ അംഗീകരിക്കില്ല. അപ്പോൾ തെറ്റായ ഏത് നിലപാടിനെയും ഫലപ്രദമായി പാർട്ടി ശരിയായ നിലപാടിലൂടെ പ്രതിരോധിക്കും. ഒരു കടലാസിൽ വെറുതെ എഴുതിയിട്ട് ഒരാളെ പേരും വെക്കാണ്ട് ഞങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പ്രശ്നം പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ കയ്യിൽ കിട്ടിയാൽ അത് ഞങ്ങൾ പരിശോധിക്കും. സംസ്ഥാന കമ്മിറ്റിക്ക് പരാതി കിട്ടിയില്ല. അല്ല, കിട്ടിയാൽ പരിശോധിക്കുന്നു. മന്ത്രി മുഹമ്മദ് റിയാസ് ഒരു പരാതി നൽകിയിട്ടുണ്ടോ പാർട്ടി? ഇല്ല, ഞങ്ങൾ ഒരു പരാതി തന്നില്ല. എടോ, ഞങ്ങൾ പാർട്ടി സെൻട്രൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവരെല്ലാം കൂടി ചേർന്നല്ലേ, റിയാസ് ഉൾപ്പെടെ. പിന്നെ എന്ത് പരാതി വേറെ എഴുതേണ്ട കാര്യമുള്ളത്? ഞങ്ങളിതെല്ലാം പരിശോധിക്കും. ഇല്ല, ഞങ്ങളുടെ മുമ്പിൽ അങ്ങനെ ഒരു പരാതി കിട്ടി. സംസ്ഥാന കമ്മിറ്റിക്ക് ഇത്തരത്തിലൊരു കോടതി വാസനത്തിൽ പരാതി കിട്ടിയിട്ടില്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് അന്വേഷണത്തിന്റെ ആവശ്യം. ജില്ലാ സെക്രട്ടറി പി മോഹനും ഇതേ രീതിയിൽ തന്നെയാണ് പ്രതികരിച്ചത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഇല്ല, എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ. ഒരറിവുമില്ല എന്ന് പറഞ്ഞാല് എല്ലാം ഇതിൽ അടങ്ങിയില്ലേ. ആ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. ഇനി തെറ്റായ ഏതെങ്കിലും പ്രവണത നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടോ? ഞങ്ങൾക്ക് രേഖാമൂലം തന്നാൽ നമ്മൾ പരിശോധിച്ച് കർശന നിലപാടെടുക്കും. മോഹൻ മാഷ്, അങ്ങനെ മാധ്യമങ്ങൾ പരാതി തന്നിട്ട് പാർട്ടി തീരുമാനം മാധ്യമങ്ങൾ എടുക്കേണ്ട ആരെങ്കിലും തരി. അല്ല, ആരെങ്കിലും പറഞ്ഞ കമ്മീഷണർക്ക് ഒരു പരാതി പോയിട്ടുണ്ടല്ലോ. സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി ഞങ്ങളാ നോക്കണ്ടേ. എന്തായാലും പാർട്ടി പാർട്ടിക്കെതിരെയല്ലേ പരാതി? അതല്ലേ ഞാനും പറഞ്ഞത്. പരിശോധിക്കും. നമ്മുടെ മുമ്പിൽ വന്നാൽ പരിശോധിക്കും. കൂടുതൽ വിവരങ്ങൾ നൽകാൻ എം.എസ്. അനീഷ് കുമാർ ചേരുകയാണ് കോഴിക്കോട് നിന്ന്. അനീഷ്, പക്ഷേ ഈ ആരോപണ വിധേയനായ പ്രമോദ് കോട്ടുള്ളിക്കെതിരെ നടപടി വേണം എന്നുള്ള ആവശ്യം കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റിയിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് പരിശോധിക്കേണ്ടതാണ് എന്ന മറുപടി ജില്ലാ സെക്രട്ടറി നൽകി. ഇങ്ങനെയുള്ള ഒരു വാർത്ത കൂടി ഉണ്ടല്ലോ. അപ്പോൾ ഒരു പരാതിയും ഇല്ല എന്ന് നേതാക്കൾ പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? മഞ്ജുഷ്, അങ്ങനെ വളരെ വിശദമായ ഒരു പരിശോധന ഇന്നലത്തെ ഏരിയ കമ്മിറ്റി യോഗത്തിൽ നടന്നില്ല. പ്രധാനമായും സംഘടനാ തലത്തിലെ ചർച്ചകളാണ്, തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഉണ്ടായത്. പക്ഷേ ഇത്തരം ഈ ഒരു വിഷയം ഉയർന്നു വരുന്നു. ഇത് കൂടി ചർച്ച ചെയ്യണമെന്ന ആവശ്യം ഉയർന്നപ്പോൾ വിശദമായ ചർച്ച ഇക്കാര്യത്തിൽ പിന്നീട്, അതായത് 13-ന് ശേഷം അല്ലെങ്കിൽ 13 മുതൽ ജില്ലാ കമ്മിറ്റി ആരംഭിക്കും. അന്ന് ഈ വിഷയം ചർച്ച ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ നിലവിൽ പുറത്ത് പ്രചരിക്കുന്ന രീതിയിലുള്ള ഒരു കോഴ ആരോപണമല്ല ഉയർന്നിരിക്കുന്നതെന്ന് തന്നെയാണ് പാർട്ടിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ PSC അംഗത്തെ നിയമിക്കുന്നതിനായി അല്ലെങ്കിൽ PSC അംഗത്തിന്റെ നിയമനവുമായി ബന്ധപ്പെട്ടുള്ള കോഴ ആരോപണം എന്ന രീതിയിലാണ് സഭയിലും പുറത്തുമൊക്കെ ഈ പ്രചാരണങ്ങളുള്ളത്. പക്ഷേ അത്തരത്തിലല്ല, ഒരു PSC നിയമനത്തിനായി ശുപാർശ നൽകണമെന്ന രീതിയിൽപ്പെട്ട ഒരു അഴിമതിയാണ് അല്ലെങ്കിൽ കോഴ ആരോപണമാണ് എന്ന രീതിയിൽ തന്നെയാണ്. എന്തായാലും ആ പണം മടക്കി നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ആ പണം മടക്കി നൽകിയത് കൊണ്ടും ഈ കാര്യങ്ങൾ ഇവിടെ അവസാനിപ്പിക്കേണ്ടതില്ല, കൃത്യമായ നടപടിയെടുക്കണമെന്ന നിലപാട് പാർട്ടിക്കുള്ളിലെ ഒരു പക്ഷത്തിന് ശക്തമായുണ്ട്. നിലവിൽ പരാതികളൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറിയും ഒക്കെ ആവർത്തിച്ച് വ്യക്തമാക്കുന്നതെങ്കിൽ പോലും പിന്നീട് നിലപാട് മാറ്റുന്നത് CPM-ൽ വലിയ അത്ഭുതമൊന്നുമില്ല. കാരണം നേരത്തെ കോഴിക്കോട് ജില്ലയിൽ തന്നെ നേതാവായ ജോർജ് M. തോമസിനെതിരായ പരാതി മേൽ നടപടിയുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ അങ്ങനെ ഒരു പരാതിയും അങ്ങനെ ഒരു നടപടിയുമോ ഇല്ല എന്നാണ് ജില്ലാ സെക്രട്ടറി ആവർത്തിച്ച് വ്യക്തമാക്കിയത്. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പാർട്ടി അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുന്ന സാഹചര്യമുണ്ടായി. അതുകൊണ്ട് ഇപ്പോഴത്തെ നിലപാട് പിന്നീട് മാറാൻ പറ്റില്ല എന്ന നിർബന്ധമൊന്നുമില്ല. 13-ാം തീയതി മുതൽ ഈ പാർട്ടി കമ്മിറ്റികൾ ആരംഭിക്കുന്ന സമയം മുതൽ ഇത് വളരെ വിശദമായി ചർച്ച ചെയ്യുകയും ഒരുപക്ഷെ എന്തെങ്കിലും നടപടികൾ ഉണ്ടാവുകയും ചെയ്യുമെന്നാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് നമുക്ക് വ്യക്തമായ വിവരങ്ങൾ കിട്ടുന്നത്. മഞ്ജുഷ്. ശരി, എം.എസ്. അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും പരാതി ഒന്നും ഇല്ല എന്നുള്ള നിലപാടിൽ ഇപ്പോഴും നേതാക്കൾ ഉറച്ചു നിൽക്കുകയാണ്. മറ്റൊരു വാർത്തയിലേക്ക്. അട്ടപ്പാടിയിൽ നവജാത ശിശു മരിച്ചു. ഷോളയാർ വെള്ളക്കുളത്തെ മണികണ്ഠൻ ദീപ ദമ്പതികളുടെ 1 ദിവസം പ്രായമായ പെൺകുഞ്ഞാണ് മരിച്ചത്. കൂടുതൽ വിവരങ്ങൾ വിനേഷ് കുമാർ നൽകും. വിനേഷ്, എന്താണ് ഇതേക്കുറിച്ചുള്ള മറ്റു വിവരങ്ങൾ? അട്ടപ്പാടിയിൽ ഇപ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ശിശുമരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണല്ലോ. മഞ്ജുഷ്, തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ് ദീപ ചികിത്സയിലുള്ളത്. ഇന്നലെയായിരുന്നു പ്രസവം. ഇന്നലെ ശസ്ത്രക്രിയയിലൂടെ കുട്ടിയെ പുറത്തെടുക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് മരണമുണ്ടായത്.
ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം അട്ടപ്പാടിയിലെ ശിശുമരണ നിരക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഒപ്പം തന്നെ ഈ സിക്കിൾ സെൽ അനീമിയ അഥവാ അരിവാൾ രോഗമാണ് വ്യാപിച്ചിട്ടുള്ളത്. അതായത് ദീപയ്ക്ക് അരിവാൾ രോഗം സ്ഥിരീകരിച്ചതാണ്. ഇതിൽ വിദഗ്ധ ചികിത്സ ലഭിച്ചില്ല എന്നുള്ളൊരു ആരോപണം ശക്തമാണ്. നമുക്കറിയാം ഈ അട്ടപ്പാടി മേഖലയിൽ അരിവാൾ രോഗം വലിയ തോതിൽ തന്നെ വർദ്ധിച്ചിട്ടുണ്ട്. ഈ 3 വിഭാഗങ്ങൾ, പ്രധാനമായും ആദിവാസികളുടെ 3 വിഭാഗങ്ങളാണുള്ളത്. മുടുകർ, ഇരുളർ, കുറുമ്പർ വിഭാഗങ്ങൾ. ഇവരുടെ 192 കോളനികളാണ്, 192 ഊരുകളാണ് യഥാർത്ഥത്തിൽ ഇവിടെയുള്ളത്. അട്ടപ്പാടിയിലുള്ളത്. ഇവിടെ ഉള്ള ആളുകളിലാണ്, ഇവിടെയുള്ള കുട്ടികളിലും അതുപോലെ തന്നെ സ്ത്രീകളിലും ഉൾപ്പെടെ വലിയ തോതിലുള്ള രോഗങ്ങൾ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. നമുക്കറിയാം ഈ അരിവാൾ രോഗത്തിന് നിന്നും മതിയായ ചികിത്സ ലഭിക്കണമെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും പോകേണ്ട ഒരു അവസ്ഥയാണുള്ളത്. ഒപ്പം തന്നെ ഈ സ്ത്രീകൾ അതുപോലെ തന്നെ ഈ വിളർച്ച പോലുള്ള പോഷകാഹാരക്കുറവ് മൂലമുള്ള പ്രശ്നങ്ങൾ സ്ത്രീകളിൽ ഉണ്ടാവുന്നുണ്ട്. ഇതാണ് കുട്ടികളുടെ മരണത്തിലേക്ക് പ്രധാനമായും നയിക്കുന്നത് എന്ന് 2013 യൂണിസെഫിന്റെ പഠനം പറഞ്ഞതാണ്. യൂണിസെഫിന്റെ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ പക്ഷേ ഇത് കൃത്യമായ ഒരു പഠനം നടത്തുകയോ ഇത് തടയുന്നതിന് വേണ്ട നടപടിക്രമങ്ങൾ ആലോചിക്കുകയോ ചെയ്തില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ ഈ അമ്മമാർക്ക് സിക്കിൾ സെൽ അനീമിയും അതുപോലെ തന്നെ പോഷകാഹാരക്കുറവും ഉണ്ടാവുകയും ഒപ്പം തന്നെ ഈ കുഞ്ഞുങ്ങൾ മരണത്തിലേക്ക് പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ശരി, വിനേഷാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്താകട്ടെ കോളറ ഇപ്പോൾ ആശങ്കയുണ്ടാക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരയിലായിരുന്നു കഴിഞ്ഞ ദിവസം കോളറ റിപ്പോർട്ട് ചെയ്തത്. ഇപ്പോഴും കോളറ സംശയത്തിൽ കുട്ടികൾ ചികിത്സയിലുണ്ട്. ഒരു കുട്ടിയുടെ മരണം കോളറ ബാധിച്ചാണ് എന്നുള്ള സംശയവുമുണ്ട്. ഒരു കുട്ടിക്ക് കോളറ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. ആരോഗ്യ പ്രവർത്തകർ ഇപ്പോൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ജാഗ്രത പാലിക്കണം എന്ന നിർദ്ദേശമാണ് ആരോഗ്യവകുപ്പ് നൽകിയിരിക്കുന്നത്. വി വിനോദ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. വിനോദ്, ഇപ്പോൾ എത്ര പേർ ചികിത്സയിലുണ്ടാവും? ഈ കുറച്ച് സാമ്പിളുകൾ ടെസ്റ്റിങ്ങിന് വേണ്ടി അയച്ചിരുന്നുവല്ലോ, ഇതിന്റെ ഫലം വന്നിട്ടുണ്ടോ? മഞ്ജുഷ, 11 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. അതിൽ 4 പേരാണ് ഏറ്റവും ഒടുവിൽ ചികിത്സയിൽ പ്രവേശിച്ചത്. ഇവർക്കെല്ലാം തന്നെ കോളറയുടെ ലക്ഷണം ഉണ്ട്. 4 പേരുടെ സ്രവ പരിശോധനാ ഫലം അത് ഇന്ന് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആദ്യം ഒരു കുട്ടി മരിച്ചത്, അനു എന്ന കുട്ടി മരിച്ചത് കോളറ മൂലമാണെന്ന ഏറെക്കുറെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കോളറ ബാധ തന്നെയാണ് ഈ മരണത്തിന് കാരണമായെന്ന വിലയിരുത്തൽ തന്നെയാണ് ആരോഗ്യവകുപ്പിനുള്ളത്. ആരോഗ്യവകുപ്പിൻ്റെ ഒരു സ്ക്വാഡും നഗരസഭാ ഹെൽത്ത് വിഭാഗത്തിൻ്റെ 3 സ്ക്വാഡുകളുമാണ് ഇപ്പോൾ ഇവിടെ ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് കാരുണ്യ റെസിഡൻസ് സ്കൂൾ, അവിടെ ഭിന്നശേഷിയുള്ള കുട്ടികൾ താമസിക്കുന്ന ഇടമാണ്. അവിടുത്തെ കുട്ടികൾക്കാണ് ഈ ലക്ഷണങ്ങൾ കണ്ടത്. അവിടവും ആ പരിസരവും കേന്ദ്രീകരിച്ചുള്ള ശുചീകരണ പ്രവർത്തനങ്ങളാണ് പ്രധാനമായും ആരോഗ്യ സംഘം നടത്തുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ആരോഗ്യമന്ത്രി ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയിരുന്നു. DMO സ്ഥലം സന്ദർശിച്ചു. കൃത്യമായ ഇടപെടൽ, അത് കൂടുതൽ ആളുകളിലേക്ക് പടരാതിരിക്കുക, അങ്ങനെ ഒരു സാഹചര്യമില്ല, ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് തന്നെയാണ് ഈ ആരോഗ്യ പ്രവർത്തകർ പറയുന്നത്. എങ്കിൽ തന്നെയും കൂടുതൽ ശക്തമായ നടപടികൾ, സ്കൂളിൻ്റെ പ്രവർത്തനം അവസാനിപ്പിച്ചിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്ന കുട്ടികൾ, അതിൽ 18 പേരെ അവിടെ ക്വാറന്റൈൻ എന്ന നിലയ്ക്ക് തന്നെ താമസിപ്പിക്കുന്നു. ഐസൊലേഷൻ വേണമെങ്കിൽ അതിനുള്ള സംവിധാനത്തിലേക്ക് കൂടുതൽ ആളുകൾക്ക് ഈ ലക്ഷണങ്ങൾ ഉണ്ടായാൽ അവരെ മാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ആരോഗ്യവകുപ്പിനെ അലട്ടുന്ന ഒരു കാര്യം, ഇതിൻ്റെ ഉറവിടം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. രോഗബാധ ഉണ്ടായി, കോളറ സംശയിക്കുന്നു. ഒരു കുട്ടിക്ക് കോളറ സ്ഥിരീകരിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് SITയിലുള്ള കുട്ടികൾ, ചികിത്സയിലുള്ള കുട്ടിയാണ്, കോളറ സ്ഥിരീകരിച്ചു. അപ്പോഴും എവിടെ നിന്നാണ് ഇതിൻ്റെ ഉറവിടം, എവിടെ നിന്നാണ് ഈ രോഗം പടർന്നത്? ഈ സ്കൂളിലേക്ക് കൊണ്ടുവന്ന ഭക്ഷ്യവസ്തുക്കൾ, അതിൽ നിന്ന് ഉണ്ടായി എന്നൊരു സംശയമുണ്ടായിരുന്നു. പക്ഷേ 10 ദിവസങ്ങൾക്ക് മുൻപാണ് ആ ഭക്ഷ്യവസ്തുക്കൾ കൊണ്ടുവന്നത്. കോളറ ബാധ ഉണ്ടായാൽ 5 ദിവസം കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും. അങ്ങനെയെങ്കിൽ ആ തരത്തിൽ കൊണ്ടുവന്ന ഭക്ഷ്യവസ്തുക്കളിൽ നിന്നല്ല, മറിച്ച് ഈ സ്കൂളിലെ തന്നെ ശുചിത്വമില്ലായ്മയാണോ ഇതിൻ്റെ കാരണമെന്ന സംശയമുണ്ട്. അവിടെ ആരോഗ്യ പ്രവർത്തകർ, പ്രത്യേകിച്ച് നഗരസഭയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, ആരോഗ്യ വിഭാഗം ചെയർമാൻ പറയുന്നത് അവിടെ കാര്യങ്ങൾ വൃത്തിയായി നടന്നു എന്ന് തന്നെയാണ്. പക്ഷേ നാട്ടുകാർ മറിച്ചൊരു കാര്യമാണ് പറയുന്നത്. അവിടെ നിന്ന് മാലിന്യം തോട്ടിലേക്ക് ഒഴുക്കിവിടുമായിരുന്നു. അത് ഈ കക്കൂസ് മാലിന്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒഴുക്കിവിടുമായിരുന്നു. സമീപത്തെ കിണറുകളെല്ലാം മലിനപ്പെട്ടു, കുളം മലിനപ്പെട്ടു. അവിടെ 2000-ഓളം മീനുകൾ ചത്തുപൊങ്ങി. സ്കൂളിനെതിരെയുള്ള ആരോപണമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. മഞ്ജുഷ്. ശരി, വിനോദാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ് കോളറ വീണ്ടും റിപ്പോർട്ട് ചെയ്തത്. 2017 ഏറ്റവും അവസാനമായി കോളറ മരണം സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്ത്. ഇപ്പോൾ ഒരു മരണം കോളറ കാരണമാണെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുണ്ട്. പക്ഷേ ഒരു കുട്ടി ഇപ്പോഴും കോളറ ബാധിച്ച് ചികിത്സയിലാണ് എന്നുള്ള കാര്യം ആശങ്കപ്പെടുത്തുന്നതാണ്. മറ്റുള്ളവർക്ക് കോളറയാണോ എന്നറിയുന്നതിന് വേണ്ടി സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയുമാണ്.
മറ്റൊരു നഗരസഭാ ആരോഗ്യ വിഭാഗം ഈ വിഷയത്തെ വളരെ ഗൗരവത്തോടു കൂടിയാണ് കണ്ട് അനുബന്ധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. ഒരാൾ മരണപ്പെട്ട പശ്ചാത്തലത്തിൽ കോളറ സ്ഥിരീകരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ നഗരസഭാ ആരോഗ്യ വിഭാഗം ഈ സ്ഥാപനം ഉൾപ്പെടുന്ന പ്രദേശത്ത് മുഴുവൻ വീടുകൾ ജലസ്രോതസ്സുകൾ ക്ലോറിനേഷനും അതുപോലെ തന്നെ മറ്റ് ശുചീകരണ പ്രവർത്തന ബോധവൽക്കരണവും ഈ ഘട്ടത്തിൽ നടപ്പിലാക്കി മുമ്പോട്ട് പോകുന്നു. അടുത്ത വാർത്ത പാലക്കാട് നിന്നാണ്. പാലക്കാട് ചാലിശ്ശേരിയിലെ ഒരു അംഗൻവാടി ടീച്ചറുടെ ശബ്ദ സന്ദേശമാണ്. ജീർണിച്ച അവസ്ഥയിലുള്ള അംഗൻവാടി കെട്ടിടമാണ് ഉള്ളതെന്നും ഇങ്ങോട്ട് കുട്ടികളെ അയക്കരുതേ എന്ന അപേക്ഷയുമാണ് ഈ ശബ്ദ സന്ദേശത്തിൽ ഉള്ളത്. ആദ്യം അത് കേട്ടു നോക്കാം. ഹലോ, എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് നമ്മുടെ അംഗൻവാടി ഏത് നിമിഷം വീഴാ ജനങ്ങൾ കുട്ടികളെ പറഞ്ഞയക്കണില്ല. അതുകൊണ്ട് ഇന്ന് ഞാൻ കുട്ടികളോട് വരണ്ടാന്ന് പറയുക. കാരണം 2 തൂണും ചെരിഞ്ഞ് ഏത് നിമിഷം വീഴാന്നുള്ളൊരു സാഹചര്യത്തിലാണ്. നമ്മൾ കുറേ പ്രാവശ്യമായി പഞ്ചായത്തിൽ അപേക്ഷ കൊടുക്കുന്നു. ഇതുവരെ ഒരു മറുപടി ഉണ്ടായിട്ടില്ല. പിന്നെ ആരും കുട്ടികളെ പറഞ്ഞയക്കണില്ല എന്നാ പറയുന്നത്. കാരണം അതുകൊണ്ട് മറിഞ്ഞ റോഡ് വീണാലും പെട്ടെന്ന് കുട്ടികൾക്ക് അങ്ങനെ ആയിരിക്കും കൂടെ പോകാനുള്ളൊരു ബുദ്ധിയൊന്നുള്ള കുട്ടികളല്ലല്ലോ. 2 മുതൽ 4 വരെ ഉള്ള കുട്ടികളാണ് നമ്മുടെ അംഗൻവാടിയിൽ ഉള്ളത് തന്നെ. അപ്പോൾ അതുകൊണ്ട് സത്യത്തിൽ പറഞ്ഞാൽ എനിക്കും പേടിയാണ്. കാരണം എന്തെങ്കിലും സംഭവിച്ചാൽ അതാകെ വിഷയമാവും. അപ്പോൾ എന്തെങ്കിലും ഒന്നതിന് വേണ്ടപ്പെട്ട നടപടി പഞ്ചായത്തുമായിട്ട് ചെയ്യണം എല്ലാവരും എന്നുള്ള അപേക്ഷയാണ്. ഇന്ന് മുതൽ ഞാൻ കുട്ടികളോട് വരണ്ടെന്ന് പറയുകയാണ്. കാരണം അത്രയും അപകടാവസ്ഥയാണ് അത്. പാലക്കാട് ചാലിശ്ശേരിയിലെ ഒരു അംഗൻവാടി ടീച്ചറാണ് ഇങ്ങനെ പറയുന്നത്. ദയനീയമായ ഒരു അപേക്ഷയാണ് ഇത്. വിഷ്ണു പട്ടാമ്പി ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. വിഷ്ണു, പലവട്ടം പലരുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടാവുമല്ലോ ഇക്കാര്യങ്ങൾ, പക്ഷേ ഒന്നും നടന്നിട്ടുമില്ല. അംഗൻവാടിയുടെ ദൃശ്യങ്ങൾ കാണുന്നുമുണ്ട്. എന്തെങ്കിലും നടപടി ഇതിനു ശേഷമെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോൾ മന്ത്രി ഇടപെട്ടു എന്നാണല്ലോ, എന്താണ് വിവരങ്ങൾ? അംഗൻവാടി കെട്ടിടം അപകടാവസ്ഥയിലാണ്. ഇക്കാര്യം പാലക്കാട് ചാലിശ്ശേരിയിലെ ടീച്ചർ തന്നെ, അംഗൻവാടി ടീച്ചർ തന്നെ ഇത് രക്ഷിതാക്കളോട് പറഞ്ഞിരുന്നു. ഈ ശബ്ദം വെളിയിൽ വന്നതിന് ശേഷമാണ് ഇപ്പോൾ മന്ത്രി എം ബി രാജേഷ് അടിയന്തരമായി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ അംഗൻവാടി കെട്ടിടം പൊളിച്ചു മാറ്റണം എന്നുള്ള നിർദ്ദേശമാണ് മന്ത്രി എം ബി രാജേഷ് നൽകിയിരിക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്കാണ്. ആലപ്പുഴയിലെത്തിയ ബണ്ടി ചോറിനെ, കുപ്രസിദ്ധ കള്ളനായ ബണ്ടി ചോറിനെ തിരയുകയാണ് ഇപ്പോൾ പോലീസ്. കഴിഞ്ഞ ദിവസം ആ ദൃശ്യങ്ങൾ പുറത്തു വന്നതാണ്. ഒരു ബാറിൽ കുപ്രസിദ്ധ മോഷ്ടാവ് എത്തിയതിന്റെ CCTV ദൃശ്യം. ബണ്ടിയെ കണ്ടെന്ന് സംശയിച്ച് നിരവധി ഫോൺ കോളുകളാണ് ഇപ്പോൾ പോലീസിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്തെ ഹൈടെക് മോഷണ കേസിൽ ബണ്ടി ചോർ അറസ്റ്റ് ചെയ്യപ്പെടുകയും പിന്നീട് ശിക്ഷ അനുഭവിക്കുകയും ഒക്കെ ചെയ്തതിനു ശേഷം വീണ്ടും ബണ്ടി ചോർ എന്ന കുപ്രസിദ്ധ കള്ളൻ അത് കേരളത്തിൽ വീണ്ടും ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചർച്ചയിലേക്ക് നയിച്ച സംഭവം കഴിഞ്ഞ ദിവസം ആലപ്പുഴ പുന്നപ്രയിലെ ഒരു ബാറിൽ ബണ്ടി ചോർ എത്തിയതാണ്. നീർക്കുന്നത്തുള്ള ഒരു ബാറിലാണ് ബണ്ടി ചോർ എത്തുകയും ചെയ്തിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തതാണ്. ബണ്ടി ചോർ അവിടെ എത്തി ഉച്ചയ്ക്ക് 12 മണിയോടെ എത്തുകയും അവിടെ ആ ബാറിൽ മദ്യപിച്ച ശേഷം അവിടെ ഉണ്ടായിരുന്ന മലയാളികളായ യുവാക്കളോട്, ഹിന്ദി അറിയാവുന്ന യുവാക്കളോട് സംസാരിക്കുകയും ചെയ്തിരുന്നു. അതിനകത്ത് ഈ ബണ്ടി ചോറ് ഇവരോട് സംസാരിക്കുന്ന ഘട്ടത്തിൽ ഇവരോട് പറഞ്ഞത് താനൊരു നേവൽ ഉദ്യോഗസ്ഥനാണ് എന്ന് പറഞ്ഞ ID കാർഡ് കാണിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്തായാലും ഇവരുടെ തൊട്ടടുത്തിരുന്ന് ഇതെല്ലാം കേട്ട ഒരാളാണ് ഈ ബണ്ടി ചോറാണോ നിങ്ങളോട് സംസാരിച്ചെന്നുള്ള സംശയം ആ ചെറുപ്പക്കാരോട് ഉന്നയിക്കുകയും അവരവിടെ ഇരുന്ന് യൂട്യൂബിൽ ബണ്ടി ചോറിന്റെ ദൃശ്യങ്ങൾ സെർച്ച് ചെയ്യുകയും ചെയ്തു. അങ്ങനെയാണ് ഇവർ ബണ്ടി ചോറാണ് എന്നുള്ള ഒരു കൺക്ലൂഷനിലേക്ക് ഇവർ എത്തുകയും ചെയ്യുന്നത്. പിന്നീട് അമ്പലപ്പുഴ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. എന്തായാലും അമ്പലപ്പുഴ പോലീസ് ഇത് സംബന്ധിച്ച് രഹസ്യാന്വേഷണ വിഭാഗത്തിനൊക്കെ വിവരം കൈമാറിയിട്ടുണ്ട്. ബണ്ടിച്ചോർ ഇത്തരത്തിൽ ആലപ്പുഴയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം കൈമാറിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ബണ്ടിച്ചോറുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിരവധി കോളുകൾ അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ബണ്ടിച്ചോറിനെ തോട്ടപ്പള്ളിയിൽ കണ്ടു എന്ന് പറഞ്ഞൊരു കോൾ അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ നീർക്കുന്നത്തിനടുത്തുള്ള, അതായത് ഈ ബാറിനടുത്തുള്ള പുന്നപ്ര എന്ന ഭാഗത്ത് കണ്ടു എന്നുള്ള വിവരവും ഒക്കെ ആണ് പോലീസിന് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ബാറിൽ നിന്ന്, നീർക്കുന്നത്തെ ബാറിൽ നിന്ന് ഇറങ്ങിയ ബണ്ടിച്ചോർ
എങ്ങോട്ട് പോയി എന്നതിനെ സംബന്ധിച്ച് യാതൊരു വിവരവും പോലീസിന് ഇതുവരെ ലഭ്യമായിട്ടില്ല. ഈ തോട്ടപ്പള്ളിയിൽ കണ്ടു എന്നൊക്കെ പറയുന്ന വിവരങ്ങൾ സ്ഥിരീകരിക്കാനാവാത്ത വിവരങ്ങളാണ്. ഒരുപക്ഷെ ആളുകളും ബണ്ടിച്ചോറുമായി സാദൃശ്യമുള്ള ആരെങ്കിലും കണ്ടതിന്റെ പിന്നിലായിരിക്കും ഇത്തരം വിവരം ലഭിക്കുന്നുള്ളതാണ്. എന്തായാലും പോലീസ് സ്റ്റേഷനിലേക്ക് നിരവധി കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ നമുക്കറിയാം ATMകൾ കേന്ദ്രീകരിച്ചുമൊക്കെ പോലീസ് ഒരു ശ്രദ്ധ കൂടുതലായി പോലീസ് കൊടുക്കുന്നുണ്ട്. കാരണം അത്തരത്തിൽ എന്തെങ്കിലും ഒരു നീക്കം ബണ്ടിച്ചോറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ എന്നുള്ള ആശങ്ക ഉണ്ട്. ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിലായിരുന്ന ബണ്ടിച്ചോർ പിന്നീട് അവിടെ നിന്ന് ഇറങ്ങി എന്നുള്ള വിവരമൊക്കെ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. മറ്റെന്തെങ്കിലും കേസുകൾ നിലവിൽ ബണ്ടിച്ചോറുമായി ബന്ധപ്പെട്ട നിലവിൽ എന്തെങ്കിലും കേസുകൾ ഉണ്ടോ, വാറണ്ടുകൾ ഉണ്ടോ എന്നൊക്കെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ഏറെക്കുറെ ബണ്ടിച്ചോർ തന്നെയാണ് എന്നുള്ള സ്ഥിരീകരണത്തിലേക്കൊക്കെ പോലീസ് എത്തുകയും അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ബണ്ടിച്ചോറിനെ സംബന്ധിച്ച് യാതൊരു വിവരവും ഇപ്പോൾ പോലീസിന് ലഭ്യമാകുന്നില്ല. എങ്ങോട്ട് പോയി എന്ന് പോലും ആർക്കും അറിയില്ല എന്നുള്ളതാണ്. ഇനി വിനോദസഞ്ചാര മേഖലയാണ് ആലപ്പുഴ, ഇനി അത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യത്തിന് വന്നതാണോ എന്നൊക്കെയുള്ള സംശയമുണ്ട്. എന്തായാലും ബാറിൽ ഇരുന്ന് മദ്യപിച്ചിരുന്ന പുന്നപ്ര സ്വദേശികളായ 2 ചെറുപ്പക്കാരുടെ ബിയറും വാങ്ങി നുണഞ്ഞാണ് അവരെ നേവി ഓഫീസറാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കബളിപ്പിച്ചുകൊണ്ട് ബണ്ടിച്ചോർ അവിടെ നിന്ന് പോയിരിക്കുന്നത്. പോലീസ് എന്തായാലും ബണ്ടിച്ചോറിന് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തുന്നുണ്ട്. അത്തരത്തിൽ രഹസ്യാന്വേഷണ വിഭാഗത്തിനടക്കം ഇത്തരത്തിൽ ഈ ബണ്ടിച്ചോറിനെ സംബന്ധിച്ച വിവരം കൈമാറുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പോലീസ്. ആലപ്പുഴയിൽ സൂക്ഷിക്കണം എന്നുള്ള കാര്യമാണ് പോലീസ് പറയുന്നത്. പ്രത്യേകിച്ച് ATMകൾക്കും അതുപോലെ തന്നെ ധനകാര്യ സ്ഥാപനങ്ങൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിഴിഞ്ഞം തുറമുഖത്ത് മറ്റന്നാളാണ് ആദ്യ മദർഷിപ്പിന് സ്വീകരണം നൽകാൻ പോകുന്നത്. കൊളംബോ തുറമുഖത്ത് നിന്ന് വിഴിഞ്ഞം ലക്ഷ്യമാക്കി യാത്ര തുടരുന്ന സാൻ ഫെർണാഡോ എന്ന ചരക്ക് കപ്പൽ ഇന്ന് രാത്രി 10 മണിയോടെ വിഴിഞ്ഞം തീരത്ത് രാജ്യാന്തര കപ്പൽചാലിൽ 10 നോട്ടിക്കൽ മൈൽ അകലത്തിൽ എത്തും. നാളെ പുലർച്ചെയോടെയാകും തുറമുഖത്തിന്റെ കവാടത്തിലേക്ക് കപ്പൽ അടുപ്പിക്കുക. തുറമുഖ കവാടത്തിന്റെ അതീവ സുരക്ഷാ മേഖലയിൽ നിന്ന് ഞങ്ങളുടെ വാർത്താ സംഘം തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ചൈനയിലെ സിയാൻമെൻ തുറമുഖത്ത് നിന്ന് പുറപ്പെട്ട രാജ്യാന്തര ചരക്ക് കപ്പൽ ആയ സാൻ ഫെർണാഡോ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തെത്താൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ ഒരുക്കങ്ങളെല്ലാം സജ്ജമാണ് വിഴിഞ്ഞം തീരത്ത്. 3.5 ദശാബ്ദം നീണ്ട കാത്തിരിപ്പിന് വിരാമമാകുമ്പോൾ വിഴിഞ്ഞം എന്ന കൊച്ചു തീരദേശ ഗ്രാമം രാജ്യത്തിന്റെ തുറമുഖ കവാടമായി മാറാനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ്. തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവന്റെ നേതൃത്വത്തിൽ സർക്കാർ തലത്തിലുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ വെള്ളിയാഴ്ച രാവിലെ 10 മണിക്കാകും തീരത്ത് കപ്പലിനെ വരവേൽക്കുക. ഏതാണ്ട് 1960ഓളം കണ്ടെയ്നറുകളുമായാണ് കപ്പൽ വിഴിഞ്ഞം തീരത്തേക്ക് എത്തുന്നത്. 10 നോട്ടിക്കൽ മൈൽ അകലെ രാജ്യാന്തര കപ്പൽ ചാലിൽ നിന്ന് അദാനി പോർട്ടിന്റെ മറൈൻ മേധാവിയായ തുഷാർ കിനകറാകും കപ്പലിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുക. തുടർന്ന് 4 ടഗ് ബോട്ടുകളുടെ സഹായത്തോടെയാകും ഈ ബ്രേക്ക് വാട്ടറിന് സമീപത്തേക്ക് കപ്പലിനെ എത്തിക്കുക. അവിടെ നിന്ന് നാളെ പുലർച്ചെ മുതൽ നാളെ രാവിലെ ഏതാണ്ട് 10 മണി മുതലായിരിക്കും ഈ കണ്ടെയ്നറുകൾ ഇവിടെ ഇറക്കുന്ന തരത്തിലേക്ക് മറ്റ് സജ്ജീകരണങ്ങളൊക്കെ പൂർത്തിയാക്കുക എന്നാണ് അദാനി ഗ്രൂപ്പ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ആദ്യം ട്രയൽ റണ്ണാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വിദഗ്ധ പരിശീലനം നേടിയിട്ടുള്ള ആളുകളെ തന്നെയാണ് എല്ലാ തരത്തിലുള്ള ജോലികൾക്ക് വേണ്ടി നിയോഗിച്ചിരിക്കുന്നത്. സ്വാഭാവികമായി പ്രാദേശികമായി ഉയർന്നു വന്ന ഒരുപാട് എതിർപ്പുകൾ ഉണ്ടായിരുന്നു. അവർക്ക് 50% തൊഴിൽ വിഴിഞ്ഞം പ്രദേശവാസികൾക്ക് തന്നെ നൽകുമെന്ന സർക്കാരിന്റെ വാഗ്ദാനമുണ്ടായിരുന്നു. പക്ഷേ അത് ട്രയൽ റൺ നടക്കുന്ന ഘട്ടത്തിൽ നടപ്പിലാക്കാൻ കഴിയാത്തൊരു പ്രായോഗിക ബുദ്ധിമുട്ടുകൾ നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. അത് വ്യക്തമായി തന്നെ തുറമുഖ വകുപ്പ് മന്ത്രി തന്നെ പരാമർശിച്ചിട്ടുമുണ്ട്. അതായത് ആദ്യഘട്ടത്തിൽ പരിശീലനം നേടിയ ആളുകളെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് ആവശ്യമായതിനാലാണ് പ്രദേശവാസികൾക്ക് തൊഴിൽ നൽകാൻ പ്രായോഗികമായ തടസ്സം നിലനിൽക്കുന്നതെന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. അവർക്ക് പരിശീലനം നൽകുന്നതിന് വേണ്ടി അസാപ്പിന്റെ നേതൃത്വത്തിൽ പ്രത്യേക പരിശീലന പരിപാടികൾ ഇതിനോടകം തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഏതാണ്ട് 10,000-ഓളം ആളുകൾക്ക് ഇരിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ, ഈ പരിപാടികൾ വീക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളാണ് വിഴിഞ്ഞം തുറമുഖ കവാടത്തിൽ സജ്ജമാക്കിയിരിക്കുന്നത്. സ്വാഭാവികമായി ഒരുപാട് പ്രാദേശികമായ എതിർപ്പുകളെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. സ്വാഭാവികമായി അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇനിയും ഉയർന്നു വരാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് അത് പരമാവധി ഇല്ലാതാക്കുന്നതിന് വേണ്ടി, അത്തരം പ്രതിഷേധങ്ങളുടെ ശബ്ദം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഒത്തുതീർപ്പ് ശ്രമങ്ങളും സർക്കാർ തലത്തിൽ നടക്കുന്നുവെന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. എന്തായാലും ഇവിടേക്ക് എത്തുന്ന ഈ സാൻ ഫെർണാണ്ടോ എന്ന കപ്പലിൽ നിന്ന് ഏതാണ്ട് 2000-ഓളം വരുന്ന കണ്ടെയ്നറുകൾ ഈ തുറമുഖ ബർത്തിലേക്ക് എടുത്തു വെക്കുന്നതിന് വേണ്ടി സ്ഥാപിച്ചിട്ടുള്ള ഷിപ്പ് ടു ഷോർ ക്രെയിനുകളാണ്. ഏതാണ്ട് 8 ക്രെയിനുകളാണ്. രാജ്യത്ത് തന്നെ ഏറ്റവും വലിപ്പമുള്ള 100 മീറ്റർ നീളമുള്ള 8 ക്രെയിനുകളാണ് സമാനമായ തരത്തിൽ ഈ ബർത്തിന് സമീപം സ്ഥാപിച്ചിരിക്കുന്നത്. അതോടൊപ്പം
അതോടൊപ്പം തന്നെ 27ഓളം യാർഡ് ക്രെയിനുകൾ, ഇനി ഒരു ക്രെയിൻ കൂടി ഇവിടേക്ക് ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എത്താനുണ്ട്. മറ്റ് സജ്ജീകരണങ്ങളൊക്കെ പൂർത്തിയാക്കിയിട്ടുമുണ്ട്. പ്രധാനമായി ഇവിടേക്ക് ഇപ്പോൾ എത്തുന്ന കണ്ടെയ്നറുകൾ റോഡ് മാർഗമോ റെയിൽ മാർഗമോ ആയിരിക്കില്ല, മറിച്ച് ജലമാർഗം തന്നെ ഇവിടുന്ന് രാജ്യത്തെ തുത്തുക്കുടി ഉൾപ്പെടെയുള്ള മുംബൈ ഉൾപ്പെടെയുള്ള മറ്റ് തുറമുഖങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളാണ് സജ്ജമാക്കിയിരിക്കുന്നത്. ഡാൻ കുര്യനും സംഘവുമാണ് വിവരങ്ങൾ വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് നൽകുന്നത്. ഏതാനും മണിക്കൂറുകൾ മാത്രമേയുള്ളൂ ആദ്യ മദർഷിപ്പ് വിഴിഞ്ഞം തുറമുഖത്ത് എത്തുവാനും. അതേസമയത്ത് തന്നെയാണ് ഇക്കാര്യത്തിൽ രാഷ്ട്രീയ പോര് കാണാൻ കഴിഞ്ഞത്. ആരുടെ കാലത്താണ് വിഴിഞ്ഞം തുടങ്ങിവെച്ചത്, ആരാണ് യാഥാർത്ഥ്യമാക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളിലാണ് ഇന്ന് നിയമസഭയിൽ ഇത്തരത്തിലുള്ള തർക്കം കാണാനായത്. എം വിൻസെന്റ് MLA ഈ വിഷയം ഉന്നയിച്ചിരുന്നു. ഞങ്ങളുടെ കുഞ്ഞാണെന്നാണ് UDF അവകാശപ്പെടുന്നത്. അതേസമയം നയനാർ സർക്കാരാണ് പദ്ധതി തുടങ്ങിവെച്ചതെന്നും പിണറായി വിജയൻ സർക്കാരാണ് യാഥാർത്ഥ്യമാക്കുന്നതെന്നുമാണ് ഭരണപക്ഷം പറയുന്നത്. ഈ പദ്ധതി ആകെ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലത്താണ് തുടക്കം കുറിച്ചെന്ന് പറഞ്ഞത് ശരിയല്ല സാർ. ആദ്യമായി മൺമറഞ്ഞാണ് നയനാർ ഗവൺമെന്റാണ് ആദ്യമായി യഥാർത്ഥത്തിൽ ഇതിന് കമ്മിറ്റിയെ നിയോഗിച്ചത്, കുമാർ കമ്മിറ്റി. ആ കമ്മിറ്റിയാണ് ഇതിന്റെ പഠനം ആദ്യം നടത്തിയത്. കുമാർ കമ്മിറ്റി ഇഗ്നോർ ചെയ്തോ പറഞ്ഞോ അന്ന് നിയോഗിച്ചു. ആ റിപ്പോർട്ട് വന്ന് അതിനുശേഷം രണ്ടാമത് ആന്റണിയുടെ ഗവൺമെന്റാണ് ആദ്യമായി ഇത് ടെൻഡർ ചെയ്തത്. ഒരു ചൈനീസ് കമ്പനിയാണ് ആ ടെൻഡർ കോട്ട് ചെയ്തത്. അവർക്ക് കൊടുത്തില്ല. അതിനുശേഷം പിന്നീട് വന്ന VS ഗവൺമെന്റാണ് രണ്ടാമത് വീണ്ടും ഇത് ടേക്കപ്പ് ചെയ്തത്. അന്നത്തെ തുറമുഖ മന്ത്രിയായിരുന്ന വിജയകുമാർ ഇത് സംബന്ധിച്ച ഫയലുകൾ നീക്കി ടെൻഡർ ചെയ്ത് ഒരു ആന്ധ്ര കമ്പനി മുന്നോട്ട് വന്നു. അന്നതിന് കരാർ കൊടുത്തിരുന്ന കമ്പനിക്ക് എടുക്കാൻ കഴിയാവുന്നത് കോടതി കേസ് വന്നു. ഇവിടെ നടപ്പാക്കുന്ന പദ്ധതിയുടെ ഏതാണ്ട് 80% തുകയും സ്റ്റേറ്റ് ആണ് ഇതുവരെ മുടക്കിയിട്ടുള്ളത്. അത് മനസ്സിലായിക്കോണം. വിൻസെന്റിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രിയൻ സന്ദർശനം തുടരുകയാണ്. 2 ദിവസത്തെ റഷ്യൻ സന്ദർശനത്തിന് ശേഷം ഇന്നലെ രാത്രിയാണ് പ്രധാനമന്ത്രി ഓസ്ട്രിയയുടെ തലസ്ഥാനമായ വിയന്നയിൽ എത്തിയത്. ഓസ്ട്രിയൻ കലാകാരന്മാർ വന്ദേ മാതരം ആലപിച്ചാണ് പ്രധാനമന്ത്രിയെ വരവേറ്റത്. വിദേശകാര്യമന്ത്രി അലക്സാണ്ടർ ഷാലൻബർഗ് മോദിയെ സ്വീകരിച്ചു. 41 വർഷത്തിനിടെ ആദ്യമായാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഓസ്ട്രിയ സന്ദർശിക്കുന്നത്. 1983 ഇന്ദിരാഗാന്ധിയാണ് അവസാനമായി ഓസ്ട്രിയ സന്ദർശിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. ഉത്തർപ്രദേശിലെ ഉന്നാവിൽ വാഹനാപകടത്തിൽ 18 പേർ മരിച്ചു, 19 പേർക്ക് പരിക്കേറ്റു. 3 പേരുടെ നില ഗുരുതരമാണ്. ബസ്സും ടാങ്കർ ലോറിയും കൂട്ടിയിടിച്ചായിരുന്നു ഈ അപകടം. കർണാടകത്തിലെ രാമനഗര ജില്ലയുടെ പേര് ബംഗളൂരു സൗത്ത് എന്നാക്കി മാറ്റണമെന്ന കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിന്റെ ശുപാർശയ്ക്കെതിരെ പ്രതിപക്ഷം. ചന്നപട്ടണ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് DKയുടെ നിർണായകമായ നീക്കം. രാമനോടുള്ള വെറുപ്പും റിയൽ എസ്റ്റേറ്റ് മോഹവുമാണ് പേരുമാറ്റത്തിന് പിന്നിലെന്നാണ് BJPയുടെ ആരോപണം. കൂടുതൽ വിവരങ്ങളുമായി ER രാഗേഷ് ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. രാഗേഷ്, ഇത് DK ശിവകുമാർ നേരത്തെ തന്നെ ഉന്നയിച്ച ഒരാവശ്യമായിരുന്നു, രാമനഗരയുടെ പേര് ബംഗളൂരു സൗത്ത് എന്നാക്കി മാറ്റണം എന്ന്. പക്ഷേ ഇപ്പോൾ ഈ ആവശ്യം ഒരു ശുപാർശയുടെ രീതിയിൽ വന്നിരിക്കുകയാണല്ലോ. പേര് മാറ്റവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ ഇപ്പോൾ കോൺഗ്രസിന്റെ നീക്കം? മഞ്ജുഷ, ഒരു ഇടവേളയ്ക്ക് ശേഷം രാമനഗര ജില്ലയുടെ പേര് മാറ്റണമെന്ന ആവശ്യം കർണാടക രാഷ്ട്രീയത്തിൽ ചൂടുപിടിക്കുകയാണ്. ഇന്നലെ DK ശിവകുമാർ ഉപമുഖ്യമന്ത്രി, ഒപ്പം തന്നെ മന്ത്രി രാമലിംഗ റെഡ്ഡി തുടങ്ങിയ നേതാക്കളാണ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ കണ്ടുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു ശുപാർശ നൽകിയിരിക്കുന്നത്. അതായത് 5 താലൂക്കുകൾ, കനകപുര, ചന്നപട്ടണ, രാമനഗര തുടങ്ങി 5 താലൂക്കുകൾ ഉൾപ്പെടുത്തി അതിൽ രാമനഗര ആസ്ഥാനമാക്കി ബംഗളൂരു സൗത്ത് എന്ന പേരിൽ പുതിയ ജില്ല വേണമെന്നാണ് ഇവരുടെ ആവശ്യം. ഏതായാലും DK ശിവകുമാർ ഇതിലൂടെ കൃത്യമായ രാഷ്ട്രീയം തന്നെയാണ് കാണുന്നത്. കാരണം ഈ പ്രദേശം വൊക്കലംഗ ഭൂരിപക്ഷ മേഖലയാണ്. അവിടങ്ങളിൽ തന്റെ സ്വാധീനം ഉറപ്പിക്കുക. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ JDSന് വലിയ തിരിച്ചടി അവിടെ ഉണ്ടായെങ്കിൽ പോലും സാധാരണഗതിയിൽ വൊക്കലിംഗയുടെ അല്ലെങ്കിൽ വൊക്കലിംഗ വോട്ടുകൾ കേന്ദ്രീകരിക്കുന്നത് JDSൽ തന്നെയാണ്.
അതുകൊണ്ട് തന്നെ ആ മേഖലയുടെ ഒരു നേതാവായി ഉയർന്നു വരിക, കനകപുരയ്ക്ക് പുറത്തേക്ക് തന്റെ ആധിപത്യം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യം കൂടി ഏതായാലും DK ശിവകുമാറിനുണ്ട്. DK ശിവകുമാർ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് ലോകം മുഴുവൻ ബംഗളൂരു നഗരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും ഈ പ്രദേശത്തെ ജനങ്ങൾക്കും അതിന്റെ ഗുണം കിട്ടണം എന്നാണ് DK ശിവകുമാർ പറഞ്ഞിരിക്കുന്നത്. കാരണം ഭൂമിക്കും മറ്റും കാര്യമായ വില ഉയരും. അതുകൊണ്ട് തന്നെ പേരുമാറ്റം അനിവാര്യമാണെന്ന പ്രതികരണം ഇപ്പോൾ DK ശിവകുമാറിന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നു. ഏതായാലും JDS-ഉം BJP-യും ഇതിനെ ശക്തമായി എതിർക്കുന്നുണ്ട്. കാരണം നേരത്തെ ഇത് ബംഗളൂരു റൂറൽ ജില്ല എന്നായിരുന്നു പേര്. 2007 മുഖ്യമന്ത്രിയായിരിക്കെ കുമാരസ്വാമിയാണ് ഇതിന്റെ പേര് മാറ്റുന്നത്. അപ്പോൾ മരണം വരെ നിരാഹാരം നടത്തുമെന്ന പ്രതികരണം നേരത്തെ തന്നെ കുമാരസ്വാമിയുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. അത്തരം പ്രതികരണം തന്നെയാണ് ഇപ്പോൾ JDS നടത്തുന്നതും. BJP ആകട്ടെ രാമൻ എന്ന പേരിനോടുള്ള എതിർപ്പാണ് ഇത്തരം പേരുമാറ്റത്തിലേക്ക് ഇപ്പോൾ പ്രേരിപ്പിക്കുന്നെന്ന പ്രതികരണം BJP-യുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു. ഏതായാലും ഈ വിഷയത്തിൽ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ ഈ ഘട്ടത്തിൽ തുടരുകയാണ്. ശരി, രാജേഷാണ് വിവരങ്ങൾ നൽകിയത്. കർണാടകത്തിലെ രാമനഗര ജില്ലയുടെ പേര് ബംഗളൂരു സൗത്ത് എന്ന് ആക്കി മാറ്റുവാനുള്ള കോൺഗ്രസിന്റെ ഈ ശുപാർശ ഇതാണ് ഇപ്പോൾ ചർച്ചാ വിഷയമാക്കിയിരിക്കുന്നത്. BJP-യും JDS-ഉം ഇതിനെ ശക്തമായി എതിർക്കുകയാണ്. കൊങ്കൺ പാതയിൽ വെള്ളക്കെട്ടാണ് ഇപ്പോൾ. തുടർന്ന് മംഗലാപുരം വഴി പോകേണ്ട ട്രെയിനുകൾ വഴിതിരിച്ചു വിടുകയാണ്. നിരവധി ട്രെയിനുകൾ കൊങ്കൺ പാതയിൽ പല സ്റ്റേഷനുകളിലായി പിടിച്ചിട്ടിരിക്കുകയാണ്. വിവരങ്ങളുമായി സുവി വിശ്വനാഥൻ ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. സുവി, ഗുരുതരമായ ഒരു കാര്യമാണല്ലോ, ദീർഘദൂര ട്രെയിനുകളുടെ സമയം മുഴുവൻ തെറ്റുന്ന ഒരു കാര്യമായി മാറിയിരിക്കുകയാണ്. എന്താണ് റെയിൽവേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നൽകുന്ന അറിയിപ്പുകൾ? ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ഇനിയും മണിക്കൂറുകൾ വേണ്ടിവരും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കൊങ്കൺ റെയിൽപാതയിലാണ് വെള്ളക്കെട്ടുണ്ടായത്. ഈ വെള്ളക്കെട്ടുണ്ടായതിനെ തുടർന്ന് മംഗലാപുരം വഴി പോകേണ്ട എല്ലാ ട്രെയിനുകളും വഴിതിരിച്ചു വിടുന്ന ഒരു സാഹചര്യമാണുള്ളത്. മിക്കതും പാലക്കാട് റൂട്ടിലൂടെയാണ് വഴിതിരിച്ചു വിടുന്നത്. ഈ വഴി കൊങ്കൺ വഴിയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ഇനിയും ഏറെ സമയം എടുക്കും എന്നാണ് വിലയിരുത്തലുകൾ. കുംട്ട സ്റ്റേഷനിലെത്തിയ തിരുനെൽവേലി ജാംനഗർ എക്സ്പ്രസ് പാലക്കാട് വഴി തിരിച്ചുവിട്ടിട്ടുണ്ട്. എറണാകുളം നിസാമുദ്ദീൻ എക്സ്പ്രസ് ട്രെയിൻ തലശ്ശേരിയിലെത്തിയെങ്കിലും മുന്നോട്ട് പോകാനാവാത്ത ഒരു സാഹചര്യമുണ്ടായി. ഇതിനെ തുടർന്ന് ഷൊർണൂർ പാലക്കാട് വഴി തിരിച്ചുവിടാൻ തീരുമാനിക്കുകയായിരുന്നു. കൂടുതൽ ട്രെയിനുകൾ ഇതേ നിലയിൽ തിരിച്ചുവിടാൻ സാധ്യതയുണ്ട് എന്നാണ് ദക്ഷിണ റെയിൽവേ അധികൃതർ അറിയിക്കുന്നത്. മാറ്റമുള്ള ട്രെയിനുകൾ ഇവയാണ്: തിരുനെൽവേലി ജാംനഗർ എക്സ്പ്രസ് ഇപ്പോഴുള്ളത് കുംട്ട സ്റ്റേഷനിലാണ്. നാഗർകോവിൽ ഗാന്ധിധാം എക്സ്പ്രസ് അതിപ്പോഴുള്ളത് ഉടുപ്പി സ്റ്റേഷനിലാണ്. ഇത് ഷൊർണൂർ, ഈറോഡ്, റായ്പൂർ, പൂനെ, പാൻവേലി വഴി തിരിച്ചുവിട്ടിട്ടുണ്ട്. എറണാകുളം നിസാമുദ്ദീൻ എക്സ്പ്രസ്, അതുപോലെ എറണാകുളം നിസാമുദ്ദീൻ എക്സ്പ്രസ് അത് തലശ്ശേരിയിലാണുള്ളത്. ഷൊർണൂർ, ഈറോഡ്, റായ്പൂർ, പൂനെ, പൻവേലി വഴി തിരിച്ചുവിട്ടിട്ടുണ്ട്. തിരുവനന്തപുരം ലോകമാന്യ തിലക് എക്സ്പ്രസ് സമയം മാറ്റിയിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് 4:55 ഈ ട്രെയിൻ പുറപ്പെടുക. ട്രെയിൻ ഷൊർണൂർ, ഈറോഡ്, റായ്പൂർ, പൂനെ, പൻവേലിൽ വഴിയാണ് തിരിച്ചുവിടുക. പർണാം എന്ന് പറയുന്ന തുരങ്കത്തിലാണ് വെള്ളക്കെട്ടുണ്ടായത്. അതിനെ തുടർന്നാണ് കൊങ്കൺ പാതയിലൂടെയുള്ള ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്നത്. സുവിയാണ് വിവരങ്ങൾ നൽകിയത്. ഗുരുതരമായ സ്ഥിതിവിശേഷമാണ് ഉള്ളത്. കൊങ്കൺ പാതയിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള ശ്രമം തുടരുകയാണ്. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ കൂടി നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6690, പവന് 53,520. 18 ക്യാരറ്റ് ഗ്രാമിന് 5575, പവന് 44,600. വെള്ളി ഗ്രാമിന് 99, കിലോയ്ക്ക് 99,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവ്.